സ്വഭാവം കുട്ടിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. ചീത്തയാ, മഹാ ചീത്തയാ ഞാൻ. എന്താ പമ്മച്ചി? ഒന്നും അറിയില്ലേ? കുട്ടിയല്ലേ ആ പിള്ളേരോട് ഓരോ തോന്നിയാസം പറഞ്ഞു കൊടുത്തത്? എന്താ ചേച്ചി? എനിക്ക് മനസ്സിലായില്ല. എന്റെ മുന്നിൽ വേണ്ട കേട്ടോ ഈ പൊട്ടങ്ങളി. എന്താ എന്താ പ്രശ്നം? അറിയില്ല. ബാമേച്ചി എന്തോ. എന്താടി ഈ കുട്ടി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേരൊക്കെ എന്നെ കളിയാക്കണു. എന്താ പറഞ്ഞു കൊടുത്ത്? അത് എന്താ അത് അവറ്റുള്ള എന്നെ കേം വിളിക്കണു. ഓ കേയം, കിടക്കയിലും ഉള്ളി. നല്ല പേരല്ലേ കേയം. ഇനി മുതൽ നമുക്ക് അങ്ങനെ വിളിച്ചാലോ? മഹേട്ടാ, എടി പോത്തിന്റെ മോളെ, അത് വേണിയല്ല, ലക്ഷ്മണ പറഞ്ഞു കൊടുത്തത്. ഇന്നലെ മുത്തശ്ശി പറയുമ്പോ തളത്തിൽ അവനും ഉണ്ടായിരുന്നു. അവനെ ഞാൻ കാണിച്ചു കൊടുക്കണ്ട. ലക്ഷ്മണല്ല, ഞാനാ പറഞ്ഞു കൊടുത്തത്. പാവം, എന്തിനാ മയ്യേട്ടാ? ഇന്നിവിടെ നടക്കാൻ പോകുന്ന ലക്ഷ്മണ വധം ബാലെ കാണുവാൻ കുട്ടിയെ ഞാൻ ആർത്തവുമായി ക്ഷണിച്ചുകൊള്ളുന്നു. ലക്ഷ്മണ, നീയാണല്ലേ ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്? എന്താ ചേ? ആ തലവരച്ച കുട്ടികൾ എന്നെ കളിയാക്കോ. കളിയാക്കേ? എന്തിന്? നിനക്കറിയില്ലേ? എന്താ കാര്യം? മൂത്രമൊഴിച്ച കാര്യം. അത് ഞാനാ പറഞ്ഞ. ആഹാ, കാണിച്ചു തരാം ഞാൻ. ഉണ്ണാൻ കൈ കഴുകി അങ്ങോട്ട് വാ. ഒരു ഭാഗ തരില്ല നിനക്ക്. ചേച്ചി, ഞാൻ ആ കുട്ടികളോട് പറഞ്ഞത് ചേച്ചി ഇന്നലെ എന്നോട് ദേഷ്യപ്പെടണേ. ഞാനൊരു നല്ല കാര്യമില്ലേ പറഞ്ഞേ? ഈ ബാമേച്ചിക്ക് ഇതെന്താ പറ്റിയ? എന്താടാ പ്രശ്നം? മഹേട്ടാ, ഒരു ആവശ്യമില്ലാണ്ട് ബാമേച്ചി എന്നോട് ചൂടാവാ. ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്ത് മൂത്രമൊഴിക്കായിരുന്നു പറഞ്ഞു. അതിനെന്താ ചേച്ചി എന്നോട് ചൂടാവണേ? എടാ, ബാമ ചെറുപ്പത്തിൽ കിടക്കയിലും ഉള്ളിയ കാര്യം ആ പിള്ളേർ എങ്ങനെയോ അറിഞ്ഞവളെ കളിയാക്കി. അത് നീ പറഞ്ഞു കൊടുത്തതാണോന്ന് അവള് ചോദിക്കുന്നത്. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, ബാമേച്ചി നോക്കിയൻ എന്തോ ചീൽത്തു പോണ്. അയ്യോ, ഇങ്ങനെ ഒരു മൂത്രം ഉണ്ട്. ബാമേച്ചി, ചേച്ചി കിടക്കയിലും മുള്ളി കേസ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്ത് മൂത്രം ഒഴിക്കാനുള്ള കാര്യം പറഞ്ഞേ. വേണ്ട, ഇപ്പൊ ഇനി കളക്കഥ ഉണ്ടാക്കണ്ട. നീ പറയും, നീ അങ്ങനത്തോനാ. ചേച്ചി, ചേച്ചിയാണോ സത്യം? ചേച്ചി ബെഡിൽ യൂറിൻ പാസ് ചെയ്ത കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞാണ് സത്യം. ബാമേച്ചി, ഇതിൽ ആരോ കള്ളക്കളി കളിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? കുഞ്ഞപ്പേണ്ട അമ്മയ്ക്ക് വയറുവാൻ എന്തിയെ? തന്നോട് ആരെപ്പോ കെട്ടിയെടുക്കാൻ പറഞ്ഞേ? ഈ വീട്ടിലേക്ക് എപ്പോഴും കയറി വരാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടടാ ചെറ്റേ. ഓടാ അരപ്പേ, ഇവിടെ പ്രധാനപ്പെട്ട യൂറിൻ പ്രശ്നം ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോഴാ. അല്ലെങ്കിൽ ഈ പോലീസുകാർ ഇങ്ങനെയാ. എവിടെ വരണോ അവിടെ എല്ലാം കഴിയുമ്പോ എത്തും, എവിടെ വരണ്ടോ അവിടെ എല്ലാത്തിനും മുമ്പ് എത്തും. പോലീസുകാരനെ തൊട്ട് കളിക്കല്ലേ. കേരള പോലീസ് ആരാണെന്ന് ഇന്ന് നീ വിവരം അറിയും. ഇന്ന് രണ്ടും കൽപ്പിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. എടാ, എന്റെ തൊപ്പിയാടാ. അത് ഇത്രളായിട്ട് കിട്ടിയില്ലേ? തൊപ്പിയില്ലല്ലോ, ഒരു ജോലി ഇല്ലല്ലോ, പുല്ലക്കാലം പോയി. കിട്ടൂടാ, ഇന്ന് കിട്ടും. ബാമേച്ച് നോക്കിക്കോ, ഇന്ന് ഞാൻ ഇവനെ കൊല്ലും. എന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനൊക്കെ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നതുകൊണ്ട് ഈ മുറ്റത്ത് ഞാൻ ചോര വീഴ്ത്തുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ ചെറ്റേ. അവിടെ വെച്ച് കാണിച്ചു തരാം. പ്രശ്നം എന്താ ബാമേച്ചി? യൂറിൻ പ്രശ്നം ഒന്നുമില്ല, മാതം പോ. അങ്ങനെ പോകാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ ഐജിയെ വിളിക്കാം. മൂത്രത്തിൽ കല്ല് ഞങ്ങൾ അതുകൊണ്ട് കെട്ടിടാൻ പണിയാൻ പോവാ. പോയി പണിയോക്കണോ? നീ പോടാ. നിങ്ങൾ തമ്മിൽ എന്തിനാ പ്രശ്നം? പ്രശ്നം വേറെയാ. ബാമ കിടക്കയിൽ മൂത്രം ഒഴിച്ചതാ. ബാമേച്ചി കിടക്കയിൽ മൂത്രം ഒഴിച്ചു, ഇനിയും ഒഴിക്കും. കിടന്നുറങ്ങുമ്പോൾ കിടക്കയിലല്ലേ മൂത്രം ഒഴിക്കാൻ പറ്റൂ, അല്ലാതെ മൂത്രം ഒഴിക്കാൻ വേണ്ടി ബാത്റൂം പോയി കിടന്നുറങ്ങാൻ പറ്റുമോ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത ചെറ്റെ. എന്നിട്ട് നാട് മുഴുവൻ പറഞ്ഞെടുക്കാം. ഞാൻ എന്ത് പറഞ്ഞു? താനീ പറഞ്ഞ? താനല്ലേ പറഞ്ഞു ബാമേച്ചി കിടക്കയിൽ മൂത്രം ഒഴിച്ചു? അല്ല, കിടക്കയിൽ മൂത്രം ഒഴിക്കണേന് മരുന്നുണ്ട്. ആടലോടകത്തിന്റെ അല്ല, ചിറ്റാമൃത വള്ളി, ഉറുന്തോട്ടി വേര്, ഇല്ലം കെട്ടിയല, 2 മണി കടുകും 2 ചുവന്നുള്ളി ഇവ സമം ചേർത്ത് അരച്ച് ഉരുട്ടിയെടുത്ത് എരുമനെയ്യിൽ മേമ്പൊടി ചേർത്ത് കഴിച്ച മൂത്രം ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിൽക്കും. പിന്നെ മുള്ളണെങ്കിൽ അന്നോടി ചോദിക്കണം. ആര് മൂത്രമൊഴിച്ച കേസ പറയുന്നത്? ഇവിടത്തെ ബാമക്കുട്ടി. എന്താ ബാമക്കുട്ടി മൂത്രം ഒഴിച്ചാ നിനക്കെന്താ? എല്ലാരും മരുന്നുണ്ടേ. നീ എന്താ പോസ്റ്റ്മാനോ അതോ വൈദ്യരോ? പോസ്റ്റ്മാനാ? പോലീസുകാരൻ ഈ കേസ് അന്വേഷിച്ചില്ല. പിന്നെ നീ മരുന്ന് കൊണ്ടുവന്ന ഒരുത്തൻ. ഇവൻ ആര്? തന്റെ ഡോക്ടറോ? എന്റെ തൊപ്പി എവിടാ? എന്റെ തൊപ്പി എവിടെ? തൊപ്പിയില്ലല്ലോ, ഒരു ജോലി ഇല്ലല്ലോ, പുല്ലക്കാലം പോയ യുഗത്തിൽ. കോമ്പൗണ്ടിന്റെ പുറത്തുനിന്ന് കാണാടാ. മഹേഷിന്റെ എവിടെ പോയേ? ഉച്ചയ്ക്ക് ഉണ്ണാനും വന്നില്ലല്ലോ. ഒന്ന് തൃശ്ശൂർ വരെ പോണ്ടി വന്നു. മുമ്പൊക്കെ എവിടെ പോകുമ്പോഴും എന്നോട് പറയായിരുന്നു. ഈയിടെയായിട്ട് മഹേഷിന് ഒരു മാറ്റമൊക്കെ കാണുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല മഹേട്ടോ. ഇതെന്താ കയ്യില്? ഇന്ന ആ കുട്ടി എവിടെ? വേണി. നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അത് ആഭരണങ്ങളാവാം, വാച്ചുകളാവാം, പേഴ്സുകളാവാം, പണമാവാം, എവരിതിങ് എന്തുമാവാം. ജസ്റ്റ് ലുക്ക്, ഇതിൽ നിക്ഷേപിക്കാം. കം ഓൺ, ഐ ആം കമ്മിങ്. ഞാൻ വന്നു. ഇട്ടുള്ളൂ ചേച്ചിട്ടുള്ളൂ. അങ്ങനെ
5 മിനിറ്റിനകം നിങ്ങൾ ഇതിൽ നിക്ഷേപിക്കുന്ന നിങ്ങളുടെ വിലയേറിയ വസ്തുക്കൾ പരസഹായമില്ലാതെ നിങ്ങളുടെ കാതുകളിലും കഴുത്തിലും കൈകളിലും എല്ലാം തിരിച്ചെത്തുന്നതാണ്. അതെ, ഇത് വായുവിലൂടെ തിരിച്ചെത്തുന്നതാണ്. പിന്നെ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, ഓർമ്മയിൽ മാത്രം. ഭയപ്പെടുന്നവരും ഭീഷണിപ്പെടുത്തുന്നവരും വികലാംഗരും ഹൃദയസ്തംഭനമുള്ളവരും ഗർഭിണികളും ഒന്നും ഈ വാനിഷിംഗിൽ പങ്കെടുക്കരുത്. ഇട്ടോളൂ. റോൾഡ് ഗോൾഡ് ഞങ്ങൾ ഈ വാനിഷിംഗിൽ എടുക്കുന്നതല്ല. ഇട്ടോളൂ, 5 പൈസ മുടക്കില്ല, വെറുതെ ഇട്ടോളൂ. അങ്ങനെ ചേട്ടാ വേഗം വിടൂ. 1 രൂപ പിച്ചക്കാർക്ക് പോലും വേണ്ടല്ലേ കാശ്. ചേച്ചി കപ്പലിൽ നിന്ന് മേടിച്ചിരിക്കാതെ കാശിട്ടുള്ളൂ. അങ്ങനെ ഇറ്റ് വിൽ ബി an unforgettable experience for you. വേഗം ഞാനിത് കംപ്ലീറ്റ് വാനിഷ് ചെയ്യും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇതാ ഈ ലൈറ്റുകൾ അണയുകയായി. നിമിഷങ്ങൾക്കകം നിങ്ങളുടെ വാച്ചുകളും മാലകളും വളകളും പേഴ്സുകളും പണവും എല്ലാം നിങ്ങൾ അറിയാതെ ഒഴുകി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, റെഡി? റെഡി 1, റെഡി 2, റെഡി 3. ഗുരുവേ ശക്തി തരൂ. എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കൂ. വസ്തുക്കൾ ഇതാ നിങ്ങളിലേക്ക് വരുന്നു. ഇതുവരെ ഒന്നും വന്നില്ലല്ലോ. നിങ്ങൾക്കോ? ഇല്ല, കണ്ണടച്ചിരുന്നിട്ട് കുറെ നേരമായല്ലോ. തനിക്കടോ? വരുമെന്നേ, ഒന്ന് ക്ഷമിക്കേ. കലാസ്നേഹികളെ, നിങ്ങൾ ഈ അനുഭവം മറക്കില്ല. കാരണം നിങ്ങളുടെ വിലപ്പെട്ടതെല്ലാം ഞാൻ അടിച്ചു മാറ്റി കഴിഞ്ഞു. മോഷ്ടിച്ചു. നിവൃത്തികേടുകൊണ്ടാ. ദയവിച്ചത് എന്നെ ആരും ഫോളോ ചെയ്യരുത്. ഈ വണ്ടർ വാനിഷിംഗ് ജമ്പർ എനിക്കൊരു ബമ്പറാക്കി തന്ന നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാനിഷ് ആകുന്നു. അതെ, ഞാൻ മാന്ത്രികനല്ല. ബട്ട് ആക്ച്വലി അവിടെ സംഭവിച്ചെന്നറിയോ? ഇതിനെല്ലാം കഴിഞ്ഞോ? ഇത് രണ്ടാമത്തെ ഐറ്റമാണ്. ഇങ്ങനെ ഓടിച്ചിരുന്ന് തൊട്ട് തെറിക്കും വാടകയ്ക്ക് എടുത്തതാണ്. എല്ലാവരും PT ഉഷന്മാരാണോ? എന്തൊരു സ്പീഡ്! ഇത് മാരത്തോണല്ല, ചെറിയ കള്ളനാണ്. മാജിക്കാരൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. എല്ലാവരും ഓടിവാ. ആരും എടാ ചാൻസ് പിന്നെ ഞാൻ ആരാണ് പൊട്ടിയത്? അയ്യോ നിൽക്കില്ല, നിന്നാ പിന്നെ ഓടാറില്ല. ഒളിക്കാണോ? അനങ്ങി പോയോ? ഐ ആം ഡിറ്റക്റ്റീവ് ഹെൻറി. എന്നെ ആരും ഫോളോ ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ. ഈ ഡിറ്റക്റ്റീവ് ഹെൻറി ആണാണെങ്കിൽ നിന്നെ ഞാൻ എടുത്തോളാണ്. പല പുരുഷന്മാരെ ഇവിടെ വരുത്തി മുട്ടുകുത്തിച്ചിട്ടുള്ളവരാ നമ്മള്. ഒരു പോലീസ് കമ്മീഷണർ ആദ്യമായിട്ടാ. ഈ കേസ് പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കണം. ഗീതു എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. അതുകൊണ്ട് അവളെ ഫേവർ ചെയ്ത് തന്നെ സംസാരിക്കണം. നമുക്ക് അങ്ങോട്ട് പോകാം. കമ്മീഷണർ ഒരു ചൂടനാ, എന്നാലും ഒന്ന് വിരട്ടി നോക്കാം. നിങ്ങൾ ഗീതുവിനെ സ്റ്റേജിൽ കയറ്റി നിർത്തി കൂവിച്ചു എന്നത് ശരിയാണോ? പിന്നെ എന്തൊരു കൂവലായിരുന്നു മാഡം, ഒന്ന് കേൾക്കണമായിരുന്നു. നിങ്ങൾ ഗീതുവുമായി മൽപ്പിടുത്തം നടത്തിയെന്ന് സത്യമാണോ? അതും സത്യമാണ്. അന്നത്തെ കരാട്ടെ കേസ് അത് ഞാനും കണ്ടതാ. കോൺസ്റ്റബിൾ കീപ് ക്വയറ്റ്. നിങ്ങൾ ഗീതുവിനെ വൈപ്പിൻ പറ്റ കഷായം കുടിപ്പിച്ചോ? വൈപ്പിൻ പറ്റ അല്ല മാഡം, വേപ്പിൻ പട്ട. ഈ കോൺസ്റ്റബിളിനെ പുറത്താക്കൂ. യെസ് സർ. കഷായം കുടിപ്പിച്ചു മാഡം. 12 കുപ്പി വാങ്ങി. 9 കുപ്പി വരെ കുടിപ്പിച്ചു. ബാക്കി 3 കുപ്പിയുണ്ട്. അത് വേണേ മാഡത്തിന് തന്നേക്കാം. പൈസ തരണ്ട. ഓഹോ, അപ്പൊ നിങ്ങൾ കുറ്റം സമ്മതിക്കുക മാത്രമല്ല അതൊക്കെ ക്രെഡിറ്റ് ആയി ഭാവിക്കുകയും ചെയ്യുന്നു. ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. മാഡം ഒരു നിമിഷം ഒന്നിങ്ങ് വന്നേ, ഒരു സ്വകാര്യം പറയാനുണ്ട്. മാഡം വരണം. ഒരു കുടുംബ ജീവിതത്തിന്റെ വിജയത്തിന് അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാ മാഡം? നിങ്ങൾ എന്താ പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ? ഞങ്ങൾ ആരാന്നറിയോ? ഞങ്ങൾ വിചാരിച്ചാൽ അറിയാം, നല്ലോണം അറിയാം. എങ്കിലും എന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം.
കുടുംബജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടത് പരസ്പര സ്നേഹം, ഐക്യം, സഹവർത്തിത്വം, വിശ്വാസം. ഇത്ര മതിയോ? ഇനി ഒന്നുകൂടെ ബാക്കിയില്ലേ? ഈ ജീവശാസ്ത്രപരമായിട്ടുള്ളൊരു അതെ അതെ, ആ, അത് തന്നെ. അത് വേണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും വേണമല്ലോ. വേണം. നിർബന്ധമായിട്ടും വേണമല്ലോ. സംശയം എന്താ? അതല്ലേ ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകം. ഓ, എങ്കിൽ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഐ, ഞാൻ ചെയ്യാൻ പറ്റും. അതേന്ന് ആ ലില്ലിക്കുട്ടി, മിസ്സസ് നായരെ, നമുക്ക് ഈ കേസ് വിടാം. എന്താ പ്രസിഡന്റ്? അയ്യേ, അയാളൊരു മാതിരി നാണോ മാനോ ഇല്ലാത്ത മനുഷ്യൻ. ഏ? ആ, അയ്യേ അയ്യേ, എന്താ? ശ്ശോ. അയ്യേ, shame. Come on, വേഗം വാ, വാ, വാ. സാർ ഒരു കോളുണ്ട്. ഹലോ ഹലോ. ആ, താനോ? തന്നോട് ഞാൻ ഇനി സംസാരിക്കുന്ന പ്രശ്നമില്ല. താൻ എന്റെ ക്ലാസ്മേറ്റ് ആണെങ്കിൽ എന്നെയും എന്റെ അച്ഛനെ വിളിച്ച് തോന്നിയ ദിവസം പറയല്ല, നേരിട്ട് വരെ വേണ്ടത്. അയ്യോ, അപ്പൊ ഇന്നലെ രാത്രി ഞാൻ അച്ഛനെ വിളിച്ചത് തെറ്റായി പോയോ? സോറി പവി. എടി കള്ളി, പെരുങ്കള്ളി. നീ ആണാണെങ്കിൽ അല്ല പെണ്ണാണെങ്കിൽ മര്യാദയ്ക്ക് മുമ്പിലേക്ക് വാടി. നിന്റെ അണപ്പല്ലേ ഞാൻ ഇളക്കി തരാം. ധൈര്യം ഉണ്ട് ഈ വാടി മുമ്പിലേക്ക്. അപ്പോ എന്നെ കാണാൻ വലിയ കൊതിയായി അല്ലേ? കൊതി നിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പനാടി. നേരിട്ട് വന്ന പൊളിയൂല നിന്റെ കള്ളക്കളി. ഡോർ ഡെലിവറി അക്കൗണ്ട്സ് ഇതുവരെ സാർ വെരിഫൈ ചെയ്തില്ല. അരെ സാർ ഇവിടെ. ആ, ഹലോ. എന്തോന്നും മിണ്ടാത്തെ? ആ, ഇവിടെ കുറച്ച് തിരക്കാ. പിന്നെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ, തനിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നിടത്ത് വരണം. വരുവോ? എവിടെ? വരുമോ ഇല്ലയോന്ന് പറ പ്ലീസ്. നേരിട്ട് കാണാൻ ഞാനല്ലേ ആവശ്യപ്പെട്ടത്. എങ്കിൽ സുഭാഷ് പാർക്കിൽ ഒരര മണിക്കൂറിനുള്ളിൽ എത്തണം. എന്താ, സമ്മതിച്ചോ? ഏത് നരകത്തിലാണെങ്കിലും സമ്മതിച്ചടി പുല്ലേ. നീയൊന്നും ആണുങ്ങളുടെ കൈന്റെ ചൂടറിഞ്ഞിണ്ടാവില്ല. ഇന്നേനെ അറിയിച്ചാരടി കള്ളി പൂങ്കുയിലേ. ഇനി നിന്റെ ഒന്നും ഒരു ആവശ്യമില്ലടി. വയസ്സി തന്റെ ജാതകം ഇപ്പോഴാണ് തെളിഞ്ഞത്. പവി വാണം വിട്ടുപോലെ എങ്ങോട്ട് പോകുന്നു കണ്ടു. താനല്ലേ പറഞ്ഞ എനിക്ക് വയസ്സായി, സൗന്ദര്യമില്ല, പെണ്ണ് കിട്ടില്ല എന്നൊക്കെ. ദേ, നല്ല കിളി പോലത്തെ ഒരു സുന്ദരി പെണ്ണ് ഇന്ന് എന്റെ ചൂണ്ടയിൽ കൊത്തി. അപ്പൊ ഇതിനെ കാണാൻ പോകണ്ടേ? ഈ വയസ്സിൽ തള്ളനെ തല്ലിക്കൊന്നു വല്ല അച്ചാറുണ്ടാക്കി വിക്കടോ. ചലോ സുഭാഷ് പാർക്ക്, കമോൺ. യെസ് കമോൺ. എന്താ? ഇയാളെന്താ കുറെ നേരമായിട്ട് റോസ് റോസ് എന്ന് വിളിച്ച് നടക്കണേ? മറ്റാണെന്നാ തോന്നണേ. റോസ്, ഇത് കേസാ. റോസ് 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 കൊന്നത്തെങ്ങ് പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഹൈടെക് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടോ. സൂക്ഷിച്ചൊക്കെ മോളിൽ കൂടി ഹെലികോപ്റ്റർ ഒക്കെ പോകുന്ന തലയിലൊക്കെ ഒന്നിടിക്കും. നിങ്ങൾ ഇരട്ടകളാ? ഒന്ന് പോടാ കൊള്ളന്മാരോ വരും. റോസ് റോസ് ഒന്നുമില്ല, എനിക്ക് അമ്മയും പെങ്ങളെ കൊള്ളതാ. നോ ടച്ച്. എക്സ്ക്യൂസ് മീ. യെസ്. റോസ്. റോസൊക്കെ ആ സൈഡിലാണല്ലോ. എന്താ? റോസാപ്പൂവല്ലേ അന്വേഷിച്ചേ? അല്ല, ഞാൻ എന്റെ ക്ലാസ്മേറ്റിനെ നോക്കിയായിരുന്നു. നിങ്ങളാണോ എന്റെ ക്ലാസ്മേറ്റ് റോസ്? ക്ലാസ്മേറ്റിനെ കണ്ടറിഞ്ഞൂടെ? പുതിയ നമ്പർ ഇറക്കുക അല്ലേ? അല്ല, ആക്ച്വലി എന്താ അറിയോ, ഞാൻ ഈ ക്ലാസ്മേറ്റ്. വേഗം വിട്ടോ, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വരും. താങ്ക് യു, യു വെൽക്കം. റോസ് റോസ് റോസ്
സംശയം തോന്നരുത് കേട്ടോ നടക്കുമ്പോ. ശരിക്കുള്ള റോസ് റോസ് ഡേ മറ്റാണോ അതെ ഇറങ്ങിയിട്ടുണ്ട്. ആകോട്ട് നടക്കാം. എന്താടാ പട്ടി? ആ, stop. ഈശ്വര മറിയാമ്മ. ചേച്ചിയുടെ അടുത്തേക്ക് പോവാല്ലേ? അന്ന് എനിക്കിങ്ങനെ മനസ്സിലായി കയ്യിൽ പോയിരിക്കുന്നുണ്ട് അറിഞ്ഞൂടെ? അതെ അതെ, കുഴിയിലേക്ക് കാലി നീട്ടി. അതിനെന്താ ഞാൻ വന്നൂട്ടാ. അയ്യോ പുറസ്ഥലത്ത് വെച്ച് ഉമ്മ കൊടുക്കുന്ന റാസ്കൽ. അവളല്ലാട്ടാ. ഒരു ഭാര്യയും 2 കുട്ടികളും ഉള്ള എനിക്ക് സമയത്ത് ഇറങ്ങാൻ പറ്റണില്ല. അപ്പൊ 2 ഭാര്യ 7 മക്കളും ഉള്ള സൽപ്പേരിയേട്ടന്റെ കാര്യം. ആ പട ഇറങ്ങി കഴിഞ്ഞു. ബട്ടൺസ് ഇട്ടോട്ടെ. പപ്പ ഫോൺ ബോക്സ് വാങ്ങാൻ മറക്കല്ലേ? ഇല്ല മോളെ. എന്റെ ക്രിക്കറ്റ് ബോളിന്റെ കാര്യം ഓർമ്മയുണ്ടടാ. പപ്പ കളിക്കൊടുക്ക. അയ്യോ കേട്ടടാ. സഞ്ജുവിന്റെ മരുന്നിനുള്ള തുണ്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടു. മഞ്ജുവിന് മഞ്ഞ ഫ്രോക്ക് വാങ്ങണേട്ടാ. കുഞ്ചുവിന്റെ കുത്തിവെപ്പ് നാളെയല്ലേ? ഓ ആശ്വാസം. സമയമായി. ആ ടാറ്റാ. വേഗം ചെല്ല്. എന്താടോ വൈകിയത്? സർ, 1-ാം ഭാര്യ മീനാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും 2-ാം ഭാര്യ കാമാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും 1-ാം ഭാര്യ. മതിയോ സർ? അപ്പൊ പതിവ് കാരണങ്ങൾ തന്നെ. ഫാൻസിന്റെ സിബിട്. സോറി സർ. താങ്ക് യു സർ. ദൈവമേ, ഏത് തെണ്ടിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത്? ഛേ, ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? ഓ സുഖാ? സുഖാ? അയ്യോ എന്റെ അമ്മോ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പണി എടുത്തോണ്ടിരിക്കുമ്പോ ഒച്ചത്തിന് വിളിക്കണമെന്ന്. ഈ എല്ല് ശരിയാവില്ല. ഈ പണ്ടാരം എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത്? നിന്റെ ഒടുക്കത്തെ എല്ല് എന്റെ പോയി. ആ എല്ലല്ല ഞാൻ ചോദിച്ചത്, ഈ എല്ലിന്റെ കാര്യോ? എല്ലോ അത് ഏഴല്ലേ? എടാ പണിക്ക് ഇറങ്ങിട്ട് 5-8 കൊല്ലമായില്ലേ, ഇതുവരെ വെൽക്കം എന്ന് എഴുതാൻ അറിയാൻ പാടില്ലെങ്കിൽ നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാനും താർത്തേനെ. അതെ, ഈ കഴിഞ്ഞിട്ട് 1 എല്ലാണോ അതോ 2 അല്ല? അതൊക്കെ നീ മനസ്സിൽ തന്നെ ചെയ്താൽ മതി, ഒക്കെ ശരിയാ. ഈ കേശവനോട് പോയി. ആര്? പോഞ്ഞിക്കരയോ? അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കണത്? കുട്ടികാട്ട് കളിച്ചിട്ട് ആ കോണി എടുത്തോണ്ട് വാടോ. എന്തിനാടാ കോണി? വയറൊന്ന് മുകളിലേക്ക് എടുക്കാനാ. വയറ് മുകളിലേക്ക് എടുക്കാൻ എന്തിനാടാ? ദേ ഇങ്ങനെ ബ്രീത്ത് പിടിച്ചാ പോരെ? ആ വയറല്ല, ഈ വയറൊന്ന് പൊക്കി മുകളിലേക്ക് എടുക്കാനാ. അതിനാണ്. എന്നാ നീ തൈസി ചവിട്ടി കയറിക്കോ. പേടിക്കണ്ട, നീ തൈസി ചവിട്ടിക്കോ. ആദ്യം തൈസി ചവിട്ട, പിന്നെ ഷോൾഡറിൽ കയറുക. അങ്ങനെയാണ് വിങ്സ്. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കര് ഇത് വെറുതെ അല്ല. കേറാ എടാ, കേറാൻ തൈസി ചവിട്ടി കയറ്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിന് നീ ഇപ്പിണ്ടാക്കിയതാണോ? പോടാ നീ, പോടാ പട്ടി. ഓ, ഞാൻ ആളാരാന്നറിയാൻ വേണ്ടി വിളിച്ചതാ. കേറിക്കോളൂ. ഇതേത് ഭാഷ? എന്താ ഇത്? വെൽക്കം.
വെൽക്കോ ഇത് മെൽക്കോ ആണ്. ഓഹോ അങ്ങനെയും വായിക്കാമോ? നിങ്ങളൊക്കെ ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി വെക്കുന്നത്. എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ, പന്തൽ പണിക്ക് വന്നവരായാലും ശരി, പട്ടി പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. എന്നല്ലേ പ്രമാണം വെല്ലിപ്പ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയടോ. ശരിയാ പിന്നെന്താ പ്രശ്നം? ഏതാ ചെറുപ്പക്കാരൻ? അയ്യോ മുഴുവൻ കുടിക്കാൻ പോവാ, എല്ലാവർക്കും കൊടുക്കണ്ടേ? മോളുടെ കയ്യിൽ ഇതാരാ തന്നുവിട്ടത്? ഇതൊക്കെ താഴ്ത്തു വീണ് പൊട്ടില്ലേ? മാമൻ കൊടുത്തോളാം കേട്ടോ. അയ്യേ മാമൻ കൊടുക്കാന്നോ? മാമോ അല്ല, മാമൻ. അങ്കിൾ അങ്കിൾ. എടോ ഇതൊന്ന് കേറ്റി. താങ്ക് യു. അത് കേറ്റാനല്ല, ഈ ബാഗ് ഒന്ന് കേറ്റാൻ. ഇനി ഇതെടുത്ത് കുടിച്ചേ. ഏയ് ഒരാൾ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ കണ്ട തെണ്ടികളുടെ വേസ്റ്റ് കുടിക്കാൻ പോലെ. ഇവൻ ഇടുക്കിയിൽ ഭൂമി കുലുക്കം, മലവെള്ളപ്പാച്ചിലിൽ വൻ നാശനഷ്ടങ്ങളുണ്ടായി. ചായ. മിടുക്കി. അതിരാവിലെ ഭർത്താവിന് ഒരു കപ്പ് ചായ കൊണ്ട് തരാനുള്ള ഉത്തരവാദിത്വ ബോധം ഉണ്ടായല്ലോ. ഭാര്യമാരായാൽ അങ്ങനെയാ വേണ്ടത്. സന്തോഷായി. ഇന്നലെ ബാക്കി പാല് നിരസിച്ചപ്പോ ഒരല്പം വിഷമം തോന്നി. തണ്ടല്പം കൂടുതലല്ലേന്നൊന്ന് സംശയിച്ചു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിട്ടോ. രാവിലെ കുളിച്ച് ഈറൻ മുടിയിൽ തുളസിക്കതിരും ചൂടി ചന്ദനക്കുറിയും ചാർത്തി കയ്യിൽ ആവി പറക്കുന്ന ചായയുമായി എന്റെ മുന്നിൽ അവതരിച്ചു നിൽക്കുന്ന മലയാള തനിമയുള്ള സുന്ദരി ഗീതാ റാണി, നിനക്ക് സ്വാഗതം. നിങ്ങളോ? ഞാനെന്തൊക്കെയോ ഉറക്കപ്പിച്ചിലിങ്ങനെ. എല്ലാം കേട്ടു. സഞ്ജീവൻ ഐപ്പിസിന്റെ പ്രേമസാഹിത്യം കലക്കി കേട്ടോ. അപ്പൊ എടുത്ത് ഇന്നലെ ബാക്കി പാല് കുടിച്ചില്ലല്ലേ? എടോ 38 വയസ്സിനിടയില് 56ാമത്തെ പെണ്ണുകാണലാ ഇത്. ജനിച്ചപ്പോ മുതല് പെണ്ണുകാണലായിരുന്നോ പണി? ഒന്ന് പോണോടുന്നു. ജാതകം ഒത്തു വന്ന 56ാമത്തെ പെണ്ണിനാ എത്ര രാജ്യത്ത് നോക്കി. അവസാനമല്ലേ അറിയണത് എന്റെ വാരിയല്ലേ കിടക്കുന്നത് കന്നഡ കള്ളിയിലാണെന്ന്. വാരിയല്ലോ? വാരിയല്ലെന്ന് പറയാ എന്റെ പെണ്ണ് പറയണ കേക്ക്. 6, 5, 11 മൂലത്തിൽ നല്ല നമ്പറാണെന്നാ ജോത്സ്യര് പറഞ്ഞത്. മൂലത്തിലോ? എടോ അതാണ് എന്റെ നാള്. ഓ, ഇന്നത്തെ മുഹൂർത്തത്തിൽ നടന്നില്ലേ പിന്നെ ഈ ആയുസിൽ മാലയോഗം ഇല്ലെന്നാ. എന്റെ ദൈവമേ, ഞാൻ സന്യാസിയായി പോയി. ഇതെങ്കിലും മുടങ്ങാതിരുന്നാ മതിയായിരുന്നു. തന്റെ കരുനാക്കോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്താ? വെളിവാ, തീ തീ. അയ്യോ, നോ തീ, നോ ഫയർലു. ഞാൻ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടതാ. എടാ പാട്ടി, നിനക്ക് ഈ നേരത്താണ് സ്വപ്നം കാണാൻ നേരം ഉണ്ടായത്? ഈ വേഷത്തിൽ ഞാനെങ്ങനെ ജലവട്ടത്തിലേക്ക് ನೀವು ಸ್ನಾನ ಮಾಡಿಬಿಟ್ಟು ಬೇರೆ ಬಸ್ಸಲ್ಲಿ ಬಂದ್ಕೊಳ್ರಿ. ചേട്ടാ ഞാൻ അടികളിയാ അടികളിയാ. പങ്കജ് ദ്രോഹി, നിനക്ക് ഒരിക്കലും പെണ്ണില്ലാണ്ട് ഒരിടിച്ചു പോട്ടെ. ചേട്ടാ ആ ചേട്ടനെ കൂടി പോടാ പട്ടി. എന്നെ കല്യാണം പഠിക്കേ. അമ്മേ മൂകാംബികേ രക്ഷിക്കണേ. മീനാക്ഷി, തുടങ്ങി. സമാധാനത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ. മീനാക്ഷി ദാ വരുന്നു വിവരില്ലാത്ത ജന്തുക്കളും. എന്താ എന്താ വിളിച്ചു പോകുന്നേ? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി നീ എന്താ ചെയ്യണ്ടെന്നോ? തല കീഴായി നിന്നോളൂ. ഓരോ തരണോ ദിവസവും? വർഗീസിന്റെ അടുത്ത് പാല് കൊടുക്കുക, കാലിത്തീറ്റ മേടിക്കുക, കന്നുകളെ കുളിപ്പിക്കുക, പിന്നെ അതല്ല, ആ കറമ്പിയെ കറക്കാൻ ഞാൻ കൂട്ടിയാ കൂടില്ല. എനിക്ക് പേടിയാ. പേടിയോ? അതെന്താ നരിയ പോലെയൊന്നും അല്ലല്ലോ. അല്ല അത് പിന്നെ. ആ മതി മതി, നീ ചെല്ല്. എല്ലാം തലവേദന പിടിച്ച ജന്മങ്ങളാ. അല്ല അത് അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. ഒക്കെ നോക്കാൻ ഇവിടെ ഒരാളുണ്ടല്ലോ. മീനാക്ഷി. എന്താ മോളെ? ഒന്നും പറയണ്ടമ്മേ. ആ കറമ്പിക്ക് കുറച്ച് കൂടുതലാ. അല്ല അച്ഛൻ പോയോ? കുളി കഴിഞ്ഞ് വന്നിട്ടില്ല. വന്നിട്ടില്ലേ? ഇനി എപ്പോഴാ കട തുറക്ക?
ഇതാ ഞാൻ പറഞ്ഞത്, ആർക്കും ഇല്ല ഒരു ഉത്തരവാദിത്വം. അല്ല അത് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ആവില്ലായിരുന്നല്ലോ. ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം? നന്നാവണം എന്നുള്ള വിചാരം എല്ലാവർക്കും. ഓ, നീരാട്ട് കഴിഞ്ഞ എത്തിയോ? ഇന്നെന്താ കട മുടക്ക? അത് കാലത്ത് എഴുന്നേക്കാൻ നോക്കിയപ്പോ കാല് നിവർന്നില്ല, തല പൊങ്ങിയില്ല. അവനവന് വേണമെന്നുള്ള വിചാരം വേണം. അതാ ചെക്കനോട് നേരത്തെ തന്നെ കടയിലെത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ മുതലാളി ഇന്നലെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതാ കാര്യങ്ങളൊക്കെ അല്ലേ? നന്നാവുന്ന ലക്ഷണമില്ല. ദേ, നിന്റെ കേമത്തെ എന്നോട് വേണ്ട അണ്ണാ പറമ്പിയെ. അങ്ങോട്ട് നീങ്ങി നിക്കാൻ. അവിടെ ചേർത്താൻ മീനാക്ഷി തന്നെ എഴുന്നണമെന്ന് വെച്ചാ ഇത്ര കഷ്ടാട്ടോ. ഒരു ദയ ഇല്ലാത്തോളാ നീ. ശാന്തമ്മയുടെ പാല് ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ ഇളമിച്ച് വരുന്ന എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതെ, കറവ പറ്റാറായിട്ടുണ്ടാവും, അതുകൊണ്ടാ. സുമതിയെ, നീ ഇങ്ങനെ ചിരിക്കല്ലേ. നീ ചിരിച്ച എന്റെ ആവ് തെറ്റിപ്പോ. എത്ര നേരം നിൽക്കുന്നു വർഗീസ, എന്റെ പാലം നടക്ക്. ആദ്യ സ്ത്രീകള് നിന്റെ ഈ പാൽ അളക്കണമെങ്കിൽ ഉടമസ്ഥ മീനാക്ഷി വരാണ്ട് പറ്റുമോ? അവളുടെ മുമ്പിൽ വെച്ച് അളക്കുന്നതാ അതിന്റെ ശരി, അല്ലെങ്കിൽ പ്രശ്നമാ. എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷിയുടെ പാല്. അതെന്താണോ മീനാക്ഷിയുടെ പാലിന് ഇത്ര പ്രത്യേകത? കൊഴുപ്പ് ഇത്തിരി കൂടുതലാ. അത് കുറയ്ക്കാനൊന്നും താൻ കൂട്ടിയ കൂടില്ല വർഗീസേ. അല്ല, പ്രമേഹം മൂർച്ഛിച്ചാലും പഞ്ചാര കുറയ്ക്കില്ല. മീനാക്ഷിയുടെ സംസാരം എന്ത് രസമല്ലേ. എടുക്കോ, തനിക്ക് ആരുടെ സംസാരം രസമല്ലാത്തത്? വേഗം ജോലി തീർത്ത് വീട്ടിൽ ചെല്ലാൻ നോക്ക്. കെട്ടിയോളം ഒറ്റയ്ക്കല്ലേ അവിടെ? കാശ് താടോ ഗിരീഷേ. ഓക്കെയും പിന്നാക്കും മേടിച്ച് നീ വേഗം വാ, ഞാൻ ചായക്കടയിലുണ്ടാവും. അല്ല, ഈ സദ്ദാമിനെ പിടിച്ചു ബിൻലാദിനെ പിടിച്ചു എന്നൊക്കെ പറയുന്നത് നേര് തന്നെയാണോ എന്നാ എന്റെ സംശയം. അതെന്താടോ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? അല്ല, ഇവരെ പോലെ തന്നെ മുഖച്ചായുള്ള 10-15 ആൾക്കാർ വേറെയും ഉണ്ടെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. ഇതൊക്കെ സത്യമാണോ എന്ന് ആർക്കറിയാം? എന്തൊക്കെ പറഞ്ഞാലും സത്യത്തിൽ നാണം കെട്ടത് അമേരിക്കക്കാര് തന്നെയാ. അതെ അതെ, ഈ സദാമേ ഒരു ആൺകുട്ടി തന്നെയാ അല്ലേ മാഷേ? എന്താ സംശയം? അമേരിക്കക്കാരെ കൊണ്ട് താടി പഠിപ്പിക്കാനും പേൻ നോക്കിക്കാനും പഠിച്ച നമ്പരാൻ വിചാരിച്ച പറ്റോ? ഞങ്ങൾ ആകെ കൺഫ്യൂഷൻ ഇല്ല. നിങ്ങളെക്കാൾ കൺഫ്യൂഷനിലാണ് ഇപ്പോൾ അമേരിക്ക. ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ മാഷേ? ഒക്കെ ദൈവത്തിന്റെ ഓരോ ലീലാവിലാസങ്ങളല്ലേ. നമ്മുടെയൊക്കെ മുത്തച്ഛന്മാരും മുതുമുത്തച്ഛന്മാരും ഏത് ഗോത്രവർഗത്തിൽപ്പെട്ടവരാണെന്ന് ആർക്കറിയാം? എന്താ മാഷേ, നാട്ടുകാർക്ക് വിജ്ഞാനം പകരുവാണോ രാവിലെ തന്നെ? അതെ, ജംഗൽ ചില നാട്ടുകാര്യങ്ങളൊക്കെ. നാട്ടുകാര്യങ്ങൾക്കിടയ്ക്ക് മാഷ് നമ്മുടെ കാര്യങ്ങൾ മറന്നില്ലേ? കുട്ടിയല്ല, മീനാക്ഷി. കഴിഞ്ഞ മാസത്തെ പറ്റി തീർക്കാതെ മാഷ് എങ്ങോട്ട് മുങ്ങി? ഇത് 5 സ്റ്റാർ ഹോട്ടലൊന്നും അല്ല, അറിയാലോ. ഇവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ട് വേണം പലചരക്ക് കടയിലെ പറ്റ് തീർക്കാനും പറ്റും. അറിയോ മാഷക്ക്? മീനാക്ഷി പറഞ്ഞത് വാസ്തവമാണ്. അച്ഛൻ ഇതിൽ ഇടപെടണ്ട മാഷേ. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് പറ്റ് തീർത്തിരിക്കണം. എന്താ? ശരി, ഓസിന് വെട്ടി വിഴുങ്ങാൻ കിട്ടിയ എല്ലാവർക്കും കുശാല. ഇവിടെ ചുമ്പോത്തെ നിന്റെ ഏറ് ഞാൻ നിർത്തി തരാം. അയ്യോ അച്ഛാ, ദേവന്റെ കശ്യശ്രീ അവാർഡ്. അതെ, അറിഞ്ഞോ? ദേവന്റെ കശ്യശ്രീ അവാർഡ്. ഇങ്ങനൊരു സാധനോട് വെച്ചിട്ടില്ലായിരുന്നല്ലോ. ഇതെന്താ കാറ്റടിക്കാതെ ആടണ? കാറ്റാടിയാ? ഇനി 2 ചേനയും 2 മത്തനും കൂടെ കിട്ടിയ എന്റെ പൊന്നമ്മയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ള കോട്ടയായി. തീറ്റിപ്പൊണ്ടോരം. നേരെ ഒന്ന് ഇരുട്ടിക്കോട്ടെ. ചേനയും മത്തനും കണ്ണം മാഷണ പറമ്പിന്ന് ഒപ്പിക്കാം. കേറുന്നുമില്ല. ഇനി എപ്പോഴാവും ഇരുട്ടി കിട്ടുക? ഈശ്വര, അമ്മഞ്ഞപ്പിത്തം കണ്ടു എന്നാ തോന്നുന്നു. ഇനി ഈ നാട് മുഴുവൻ പാട്ടാക്കും. ഞാനിതാ വരുന്നേ.
വന്ന് വീണത്? എന്താ ഇത്? നിങ്ങൾ കുളിക്കുക? പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോ തന്റെ നീരാട്ട്? ഞാൻ നീരാടാൻ ഇറങ്ങിയതല്ല. പിന്നെ മൂത്ത കൊല എടുത്ത് കുഴിയിലോട്ട്. അയ്യോ, ഒന്നും ചെയ്യലേ, പപ്പടം പൊടിഞ്ഞു പോകും. പപ്പടം നിന്റെ തന്ത. സ്വന്തം മോന്റെ തന്തയ്ക്ക് വിളിക്കുന്നതാണല്ലോ തന്ത. നിന്നെ ഞാൻ അയ്യോ ദാസേട്ട ഒന്ന് അടങ്ങ്. ദാസേട്ടനെങ്ങനെ ഞങ്ങളെ കണ്ടപ്പോ ഓടി? കുറെ കാലമായല്ലോ നടക്കില്ലേ? അവാർഡ് കിട്ടി. അവാർഡോ? ആ, കർഷകശ്രീ അവാർഡ്. കർഷകശ്രീയോ? ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു മണ്ണിനെ പോലും കൈകൊണ്ട് തൊടാത്ത എനിക്ക് കർഷകശ്രീ അവാർഡോ? അയ്യേ, ദാസേട്ടനല്ല, ദേവേട്ടന്. എന്തായാലും ദേവന് കർഷകശ്രീ അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് മുങ്ങിക്കുളിക്കാം. എന്താ ഒന്നും പറഞ്ഞില്ല. ഒന്നുമില്ല. ബിന്ദുവരുത്തി, ബിന്ദുവരുത്തി. എന്റെ ഈശ്വര, എന്താ ദേവേട്ടൻ? ദേവേട്ടൻ കർഷകശ്രീ. ഞാൻ അന്നേ പറഞ്ഞില്ല, ആ ചാത്തന്റെ മോള്. ഏതവന്റെ മോളായാലും ശരി, എന്റെ അനിയനെ പാട്ടിലാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ വെച്ചേക്കില്ല. അയ്യോ, എന്റെ ബിന്ദു എടുത്തി പെണ്ണും പെടക്കോഴൊന്നും അല്ല. പിന്നെ നമ്മുടെ ദേവേട്ടനെ കർഷകശ്രീ അവാർഡ് കിട്ടി. പൊന്നമ്മേ, താങ്ങിക്കോ. ഇത് സ്ഥിരമുള്ള അസുഖം. ഒരു കൈ സഹായിക്കും മക്കളെ, താങ്ങാൻ പറ്റുന്നില്ല മക്കളെ. കെട്ടിയെടുത്തോ? ഓ ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ നട്ടപ്പാലാറ് എവിടെയായിരുന്നു? പച്ചക്കറി വെച്ച് പിടിപ്പിക്കായിരുന്നു. എന്റെ വർത്തമാനം കേട്ടതോ നിന്റെ തന്ത അമിട്ട് തങ്കപ്പം നട്ടുണ്ടാക്കിയാണ് ഇതൊക്കെ. രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് കട്ടുമുടിച്ച് ഓരോന്ന് തൊള്ളക്കറ്റം കൊണ്ടുവരുമ്പോ നീ എന്റെ മെക്കിട്ടോടെ ഭൂതന്നെ. ഓ, നട്ടപ്പാലാക്കി വില്ലടിച്ചാൻ പാട്ട് നിൽക്കാതെ എന്തെങ്കിലും നക്കി വെച്ച് കിടക്കാൻ നോക്കും മനുഷ്യ. ഓ, നീ എന്റെ കിടത്തും നീ എടേ ചവല പിശാചേ. രാവിലെ പുഴുങ്ങി തിന്നെ ഒരു കർഷകന്റെ വേദന. മനുഷ്യ കർഷകൻ പറഞ്ഞ് എറിഞ്ഞിറക്കുന്നു. എന്നിട്ട് ഇതേവരെ നല്ലൊരു കൊല തരാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, സമ്മതിച്ചു. എത്ര വെറൈറ്റി കൊല കിട്ടിയാലും നീ തൃപ്തിപ്പെടില്ല എന്നുള്ള എനിക്കറിയാം. നിന്റെ ആദ്യ ഭർത്താവ് ചെട്ടിയാർ ഒരു ഫ്രീ കുട്ടിയടക്കം നിന്നെ എന്റെ തലയെ കെട്ടി വെച്ച് അന്ന് തുടങ്ങി എന്റെ പഠനം. എന്നെ കൊണ്ട് കിടക്കാൻ നോക്കും മനുഷ്യ. പറയാനുള്ള മുഴുവൻ പറഞ്ഞു കിടന്നാ മതി. റബ്ബർ പോലെ പൊതുതാന്നിരിക്കുന്നതിനെ എങ്ങനെ ചവിട്ടിക്കൊള്ളാനാടി? എടാ തന്തേ, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞങ്ങൾ പിള്ളേർ കിടന്ന് ഉറങ്ങണം. എടീ, ആ പാഴ്വളച്ചൊക്കെ പറഞ്ഞു കേട്ടോ. ഇപ്പൊ എനിക്ക് ഉറപ്പായി അവനെ എണ്ണ ചെട്ടിയാരുടെ മോൻ തല്ലേ. ഇപ്പോഴാണ് മനസ്സിലായത്. എന്റെ കൈ കൊണ്ട് ദിവസം ഒന്ന് കിട്ടിയാലേ ഉറങ്ങുള്ളൂ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഈ തേനൂർക്കുന്ന് പഞ്ചായത്ത് ദേവനിലൂടെ കേരളം മുഴുവൻ അറിയപ്പെട്ടിരിക്കുകയാണ്. ഒരു മാതൃകാ ഗ്രാമം, അതായിരിക്കണം നമ്മുടെ അടുത്ത ലക്ഷ്യം. പ്രസിഡന്റ്, ആ ലക്ഷ്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ, സാക്ഷാത്കരിക്കണമെങ്കിൽ സംഘത്തിന്റെ ഇപ്പോൾ നിലവിലുള്ള ഭരണ സംവിധാനത്തിൽ ഒരു സമൂല അഴിച്ചുപണി അത്യാവശ്യമാണ്. വൈസ് പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത് നേതൃമാറ്റം. ഈ പ്രസിഡന്റ് സ്ഥാനം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാറ്റം ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കണം. കണ്ണുമാഷിക്ക് എന്താ കുഴപ്പം? ഇയാളുടെ ഈ ശരീരപ്രകൃതം തന്നെ ലക്ഷണ പിശകുള്ളതാണ്. മാതൃക പട്ടണി ഗ്രാമം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുന്നിൽ കൊണ്ടു നിർത്താൻ പറ്റിയ കോലം. നമ്മുടെ തേനൂർക്കുന്ന് ഗ്രാമത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഒരാളാണ് കണ്ണമാഷ്. എന്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ട് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യൻ കണ്ണമാഷ് തന്നെയാണ്. എന്ത് യോഗ്യതയാണോ ഇയാൾക്കുള്ളത്? എന്തെങ്കിലും ഒരു കാര്യം വേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ടോ? പെണ്ണും പെടക്കോഴിയില്ലാത്ത ഇയാൾ ഈ കർഷക സംഘത്തിന്റെ മറവിൽ രാവും പകലും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ലേ എന്നാണ് എന്റെ ബലമായ സംശയം. അതെന്നെ പോലെ സദാചാര ബോധമുള്ള ഒരു കർഷകന് ഒരിക്കലും സഹിക്കാവുന്ന കാര്യമല്ല. വെറുതെ വൃത്തികേട് പറയരുത്. കർഷകൻ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. ഇന്നേ വരെ ഒരു കറുകപ്പുല്ല് പോലും കൈകൊണ്ട് തൊട്ടുണ്ടോ താൻ? തനിക്ക് വായിക്കരി ഇടാൻ നേരം ഞാൻ കറുകപ്പുല്ല് കൈകൊണ്ട് തൊട്ടോളാം. 10-12 വർഷമായല്ലോ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് എളിഞ്ഞിരിക്കുന്നു. സംഘത്തിന്റെ പേരിൽ ഇന്ന് വരെ സ്വന്തമായി ഒരു ട്രാക്ടർ വാങ്ങാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രസിഡന്റ് ആണ് പോലും പ്രസിഡന്റ്. ഒന്നല്ല 2 ട്രാക്ടർ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. പൊള്ളാച്ചിലേക്ക് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് നിയമം പോയിരിക്കുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം മാഷേ. അതിനെങ്ങനെയാ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ഇദ്ദേഹം സമ്മതിക്കണ്ടേ മെമ്പറെ? അപ്പോ അവാർഡ് ദാന ചടങ്ങ് നമ്മുടെ പഞ്ചായത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് ഗംഭീരമാക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എല്ലാവരുടെയും കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം. അവാർഡ് ദാനത്തിന് കൃഷി വകുപ്പ് മന്ത്രി തന്നെയാണല്ലോ വരുന്നത്. അതെ. ഈ നാട്ടിലെ ഓരോ കർഷകന്റെ വേദനകളുടെയും യാതനകളുടെയും കഥനകഥകൾ ഞാൻ ആ വേദിയിൽ വെച്ച് തോന്നടിക്കും. ഇവിടെ അപ്പൊ എന്ത് കഥനകഥകളാ ഉണ്ടായത്? അതിപ്പം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അല്ല, ഈ അവാർഡ് കിട്ടിയ വിവരം ദേവേട്ടനെ അറിയിക്കണ്ടേ? നമ്മുടെ പ്രസിഡന്റിനെ പോലെ പത്രം വായിക്കാത്ത ആളൊന്നും അല്ലല്ലോ ദേവൻ. അറിഞ്ഞു കാണും. അതിനെന്താ തീരുമാനം? എന്തായാലും ദേവനോടുകൂടി ചർച്ച ചെയ്തിട്ടേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. അവൻ ഇന്നോ നാളെ ഇവിടെ എത്തും. അമ്മേ, അച്ഛൻ വന്നു.
അനുവെവിടെ? അവള് ട്യൂഷന് പോയിരിക്കുക. മോളെ ഇതൊക്കെ നിനക്കുള്ളതാ. വീരപ്പനങ്ങൾ തന്നയച്ചതാ. തേന്, പൈനാപ്പിൾ, ഓറഞ്ച് എന്ത് വേണ്ട എല്ലാ ഐറ്റവും ഉണ്ട്. വീരപ്പനങ്ങളിൽ ഇതാ കൃഷി. മോളെ ഇത് എന്ത് ചോദ്യമാ? സത്യം പറഞ്ഞ വീരപ്പനങ്ങൾ നല്ല കർഷകനാ, നമ്മുടെ ദേവനെ പോലെ. വീരപ്പനങ്ങൾ നിന്നോട് പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിനക്ക് ഇത് എന്ത് പറ്റി ബിന്ദു? ദേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള അരിപൊരി. എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്? വർഷത്തിൽ 10 മാസം കാട്ടി തന്നെ. എന്റെ ബിന്ദു, സ്നേഹം കൊണ്ട് നീ എന്നെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കരുത്. എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നിനക്കറിയാവോ? ഈ ടാസ്ക് ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യമാ അല്ലേ പൊന്നമ്മേ? പിന്നെ നിന്റെ അനിയന് കർഷകശ്രീ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരാ? ആരാ? ആ എന്റെ വീരണ്ണനാ. അങ്ങേരിത് എങ്ങനെ അറിഞ്ഞു? നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹത്തെ അറിയിക്കാൻ എന്നുള്ളത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയല്ലേ? ആള് ശുദ്ധനാ. വലിയൊരു മണ്ടത്തരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടല്ലേ ഞാനിപ്പോ വരുന്നത്. അതെന്താ? ദേവൻ അവാർഡ് കൊടുക്കാൻ കൃഷി വകുപ്പ് മന്ത്രി വരുന്നു എന്നറിഞ്ഞപ്പോ വീരണ്ണൻ എന്നോട് ചോദിച്ചു ഞാൻ പ്ലാൻ പണ്ണട്ടെ എന്ന്. മന്ത്രിയെ കിഡ്നാപ്പ് ചെയ്യാൻ. വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. കേരളത്തിലെ മന്ത്രിമാരെ കിഡ്നാപ്പ് ചെയ്താൽ കാശിന് ഗുണമുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാ വീരണ്ണൻ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തു. അതേന്ന്. അതിരിക്കട്ടെ, ദേവൻ എവിടെ? അവൻ പൊള്ളാച്ചില്ല, ഇന്നെത്തും. നിന്റെ ആങ്ങളെ ഭാഗ്യം ചെയ്തവനാ. 2.5 ലക്ഷമല്ലേ അവന് കിട്ടാൻ പോകുന്ന സമ്മാനത്തുക. 2.5 ലക്ഷം? ബിന്ദു, ഇവക്കറിയില്ലായിരുന്നോ ഈ സമ്മാനത്തുകയുടെ കാര്യം? ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ അകത്ത് പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാം, മുഖത്ത് കളിക്കാം. എന്തിനാ? കുറച്ചു നേരം ഇതിങ്ങനെ കിടക്കട്ടെ. ദൈവം നന്ദിയുള്ളവരാ. നമുക്ക് സംസാരിച്ചിരിക്കാലോ. ഒരു ദിവസം നിന്നെ ഞാൻ സത്യമംഗലം കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. എന്റെ വീരപ്പനെ കാണിക്കാൻ. സത്യമംഗലം. പ്രിയപ്പെട്ട നാട്ടുകാരികളെ, ഈ തേനൂർ കുന്നിന്റെ പ്രിയങ്കരനും കണ്ണിലുണ്ണിയും സർവോപരി തേനൂർ കുന്ന് ദാസന്റെ സന്തത സഹചാരിയുമായ ശ്രീമാൻ ദേവന് മലയാള മനോരമയുടെ ഈ വർഷത്തെ ഏറ്റവും ഉന്നതനായ കർഷകനുള്ള കർഷകശ്രീ അവാർഡ് ലഭിച്ചിരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അവാർഡ് ദാനം തേനൂർ കുന്ന് ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി നെന്മണി വിഷ്ണു നിർവഹിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്താണോ തേനൂർ കുന്നിലെ ഹരിത സഹോദരന്മാരെ, നമ്മൾ പുണ്യം ചെയ്തവരാണ്. ദേവൻ നേടിയെടുത്ത ഈ കർഷകശ്രീ അവാർഡിലൂടെ തേനൂർ കുന്നിന്റെ പ്രശസ്തി കടൽ ചാടിക്കടന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പൊൻകുന്നം വർഗീസ്, ക്ഷമിക്കണം, നെന്മണി വിഷ്ണുവിന്റെ സാന്നിധ്യം സന്തോഷമുളവാക്കുന്നതാണ്. പക്ഷേ നമ്മുടെ സംഘം പ്രസിഡന്റ് കണ്ണൻ മാഷ് സംസാരിച്ചപ്പോൾ ഈ ഗ്രാമത്തിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് കമാന്നൊരക്ഷരം പറയുണ്ടായില്ല. പ്രസിഡന്റാണ് പോലും പ്രസിഡന്റ്. അദ്ദേഹം പറയുകയുണ്ടായി, മന്ത്രിക്ക് പോകാൻ തിരക്കുള്ളത് കൊണ്ട് വാക്കുകൾ വെട്ടിച്ചുരുക്കുകയാണെന്ന്. ഏത് മന്ത്രിക്കാണ് തിരക്കില്ലാത്തത്? ആകെ ഈ ഇനത്തെ തിരക്കില്ലാതെ കാണാൻ കഴിയുന്നത് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ മാത്രമാണ്. ക്ഷമിക്കണം, ഇയാളും ഇവിടുത്തെ പൗരൻ തന്നെയാ. നമ്മുടെ കാർഷിക മേഖല ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നം പ്രാചീനമായ, പ്രാകൃതമായ അല്ലെങ്കിൽ പഴഞ്ചനായ കാർഷിക നയമാണ്. അത് മാറ്റണം, മാറ്റിയേ പറ്റൂ. അല്ലെങ്കിൽ ഈ കള്ളം മാഷ മാറ്റണം. നല്ല മുഴുപ്പും വലിപ്പവുമുള്ള നേന്ത്രക്കുലകളും നീളമുള്ള പടവലങ്ങകളും തൂങ്ങിക്കിടക്കുന്ന കേരളത്തെ കുറിച്ച് വേണം നമുക്ക് ചിന്തിക്കാൻ. അല്ലാതെ കണ്ണമ്മാഷെ പോലെ ഈ ബൂർഷ ആൾക്കാർ കല്ല് പെറുക്കി തുടങ്ങി. അടുത്തത് അവാർഡ് ദാനമാണ്. അവാർഡ് സ്വീകരിക്കാൻ നമ്മുടെ തേനൂർ കുന്ന് പഞ്ചായത്തിന്റെ ജീവനും തുടിപ്പും ആവേശവും എല്ലാവരുടെ കണ്ണിലുണ്ണിയുമായ ശ്രീ ദേവനെ ഊഷ്മളമായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പൊൻകുന്നം വർഗീസ് നെന്മണി വിഷ്ണുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ദേവൻ 2 വാക്ക് സംസാരിക്കുന്നതാണ്.
പ്രിയപ്പെട്ടവരെ, എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അംഗീകാരം എന്റെ തേനൂർക്കുന്നിനുള്ളതാണ്. സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും ദൈവം തന്ന വരദാനം. ഹരിത കേരളം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മുദ്രാവാക്യം. നന്ദി, നമസ്കാരം. ഇറങ്ങുന്നില്ലേ? വൈകിട്ട് കാണാം. കർഷകശ്രീ, സ്വന്തം മിടുക്കൊണ്ട് മാത്രം ഇതൊക്കെ കിട്ടിയെന്ന് വിചാരിക്കണ്ട കേട്ടോ. പിന്നെ എന്നും അന്തിക്ക് ഇവിടുത്തെ സർപ്പക്കാവിൽ ഞാൻ തിരിവെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാ. അതെനിക്കറിയാലോ. എന്നിട്ട് അതിന്റെ ഒരു നന്ദിയോ സ്നേഹമോ കുറച്ചെങ്കിലും എന്നോട് കാണിച്ചിട്ടുണ്ടോ? എല്ലാം മനസ്സിലുണ്ട്. നിക്കവിടെ. അയ്യോ, ഇങ്ങോട്ട് വന്നേ. കണ്ണീർ കൊണ്ട് വാടിപ്പോയ എന്റെ കുട്ടി. എല്ലാ കരികണ്ടും അല്ല ദേവ, ആ മാല എവിടെ? മാല ഞാൻ വരുന്ന വഴി മീനാക്ഷിക്ക് കൊടുത്തു. എന്റെ ദൈവമേ, മീനാക്ഷിക്ക് കൊടുക്കേ. നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? സ്വർണത്തിന്റെ വില നിനക്ക് അറിയില്ലേ ദേവാ? സ്വർണപ്പതക്കാണോ? ദൈവമേ, നോക്കട്ടെ നോക്കട്ടെ, ഇത് ഡയമണ്ട് 6 ആണോ? ഇത് അതൊന്നുമല്ല, അസൽ സ്വർണം തന്നെയാ. ഇത് ഞാൻ ആർക്ക് തരില്ല, എനിക്ക് തന്നെ വേണം. ഇത് 5-8 പവൻ കാണുമല്ലേ ദേവാ? എത്ര കാലായിട്ട് ആഗ്രഹിക്കണതാ അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന പോലത്തെ ഒരു പതക്കമാല ഉണ്ടാക്കണമെന്ന്. എന്റെ പ്രാർത്ഥന ദേവി കേട്ടു. അല്ല, അത് പിന്നെ രാധികയും രുക്മിണിയൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് എത്തും. ഇതിന്റെ കാര്യം അവരോട് പറഞ്ഞേക്കരുത്, ഒക്കെ ആക്രാന്തക്കാരാ. എത്ര ലക്ഷത്തിന്റെ ചക്ക? 2.5. ഒന്നിനും ഒരു ശ്രദ്ധയില്ലാത്ത കൊച്ചു കുട്ടിയാ നീ. നഷ്ടപ്പെട്ടു പോരുതല്ലോ, അതുകൊണ്ട് ചോദിക്കുക, ഈ ചെക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കട്ടെ? വേണ്ട, ഇത് ഞാൻ സൂക്ഷിച്ചു. മതി മതി, എനിക്ക് ആവശ്യമുള്ളപ്പോ നിന്നോട് ചോദിക്കാമല്ലോ. ഈ പൊന്നാട കൊള്ളാലോ. താളവാടിയിലെ നാഗമൂർത്തി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോ പുതയ്ക്കാൻ ഒന്നാന്തരവാ. ഇത് ഞാൻ എടുത്തോട്ടെ. എന്തായാലും നിങ്ങൾ ഭാഗ്യവാനാ. അതെന്താ? നമ്മുടെ വീട് പണി നടക്കുമ്പോ തന്നെ ഇവന് അവാർഡ് കിട്ടിയല്ലോ. ശരിയാ. ഫ്ലോറിങ്ങിന് മൊസൈക്ക് വേണോ മാർബിൾ വേണോ? അതൊക്കെ അളിയന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അങ്ങ് ചെയ്യുന്നതല്ലേ നല്ലത്. അയ്യോ, എന്റെ കപ്പാസിറ്റിയോ? ഞാൻ വീട് പണി തുടങ്ങിയത് തന്നെ നിന്റെ കപ്പാസിറ്റിയിലുള്ള വിശ്വാസം കൊണ്ടാ, അല്ലേ ബിന്ദു? പിന്നല്ലാതെ. നീ ഇടയ്ക്കിടയ്ക്ക് പൊള്ളാച്ചി പോകുന്നല്ലേ? ഇപ്രാവശ്യം പോകുമ്പോ കുറച്ച് മാർബിളിലൊക്കെ ഓർഡർ ചെയ്തേക്ക്. എനിക്കൊന്ന് കുളിച്ചാ കൊള്ളായിരുന്നു. കുളിക്കണം, ക്ഷീണം കാണും. കുട്ടിമാമിക്ക് തോർത്ത് സോപ്പ് എടുത്തോടുക്ക്. മോളെ, ഈ പ്രശസ്തി പത്രം മോൾക്കിരിക്കട്ടെ. ഇതെനിക്കെന്തിനാ? ഇതും കൂടി അങ്ങ് തന്നാ കുട്ടിമാമയ്ക്ക് ഫ്രീ ആവാലോ. വല്ലതും നടക്കുമോ? നടക്കും, നടത്തണം. മറ്റുള്ള മൂദേവികൾ കയറി വരുന്നതിന് മുമ്പേ ഒരു തീരുമാനത്തിലെത്തണം. അവനെ ഞാൻ സ്നേഹിച്ചു കൊല്ലും. അതിന് നീ മിടുക്കിയ. ഈ പതക്കെ എനിക്ക് താ. എന്തിന്? അതെ, മണി തൂങ്ങി കിടക്കണമെന്ന് അരിഞ്ഞാനം പണിയാനാ. അയ്യടാ, ആ പുതിയ മനസ്സിൽ വെച്ചാ മതി. ഇപ്പൊ അരയിലിരിക്കണ തന്നെ ധാരാള. ഇനി മണിയും കൂടെ കെട്ടി തൂക്കി ബാക്കിയുള്ളവരെ പ്രാന്ത് പിടിപ്പിക്കണ്ട. വയസ്സാം കാലത്ത് സ്വാർത്ഥമതി. കൊള്ളിയാനെ 2 പഞ്ചർ. ആണിപ്പഞ്ചറോ സൂചി പഞ്ചറോ? ആണിപ്പഞ്ചറോ? അതെന്താ? എടാ, ആണിപ്പഞ്ചർ എന്ന് പറഞ്ഞാൽ 100 മില്ലി, സൂചി പഞ്ചർ എന്ന് പറഞ്ഞാൽ 50 മില്ലി. ആഹാ, എന്നൊരു സൂചി ആണിന്താ? ഓഹോ. വേഗം വീശിട്ട് പോ. കൊള്ളിയാനെ 2 ആണിപ്പഞ്ചർ. അയ്യോ, ആണി കൊള്ളണ്ട. കാശ് സൊല്യൂഷൻ വേണ്ടേ? നാരങ്ങ മാങ്ങ 2 ഉണ്ട്. നാരങ്ങ മതി. ആ ചാൾസ് ചെറ്റ ഇതുവഴി എങ്ങാനും വന്നോ? ആര്? നമ്മുടെ പുതിയ കായകളെ കൊച്ചുണ്ണിയാ? ഇല്ലല്ലോ. ആ തലതിരിഞ്ഞവനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിയിട്ടില്ലെങ്കിൽ എന്റെ പെട്ടി പൂട്ടും. എന്ത് പറ്റി? അണ്ണന്റെ പെട്ടി അവൻ പൂട്ടിയാ? എന്നെ പൂട്ടാനോ? അതിന് ഇത്തിക്കര പക്കി 2ാം ജന്മം ജനിക്കണം. ഈ കുടക്കനാലിൽ ഇനിയൊരു തിരടന് സ്ഥാനമില്ല. അതിന് പറ്റിയ പണി ഞാൻ ഇന്നിറക്കി. പോലീസിൽ എനിക്കുള്ള ഹോൾഡ് എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു. ദേ, അവനിനി എന്നെ കണ്ടാ വിറയ്ക്കും. വിറയ്ക്കോ വിറപ്പിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ഇനി പോലീസ് വേഷം കെട്ടാനേ എന്നെ കിട്ടത്തില്ല. നീ ഓടാ എഴുന്നേറ്റ്. പോലീസും പട്രോളും ശോഭരാജന് ഗ്രാസാണ്. നീ ഒരു സൂചി കൊടുത്താ അളവിൽ കുറച്ചാ കൊന്നുകളിൽ നിന്ന്. ഇനി ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ആ തെണ്ടിയെ വഴിയിലെങ്ങാനും കണ്ടാ പിടിച്ച് 2 പൊത്തു കൊത്തണം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ശോഭരായന്റെ തനിനിറം എന്താണെന്ന് അവൻ മനസ്സിലാക്കും. എന്റെ ഒരു ചെറുവിരൽ പോലും ഇല്ലാത്ത അശു.
നീയോ? അതെ വഞ്ചകോ. എന്ത് ചെയ്യാം, വഞ്ചന എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയ അനിയാ. എന്നാൽ ആ രക്തം ഞാൻ ഇന്ന് പുറത്തൊഴുക്കും ചേട്ടാ. അടയ്ക്കാതെ ഒഴുക്കനിയാ. മദ്യത്തിന് വില കൂടിയേക്കും. ഇങ്ങനെ പോയാ ചാവാൻ നേരത്ത് ഒരു തുള്ളി പോലും കിട്ടില്ലല്ലോ ഈശ്വര. കുട്ടിമാമേ, എന്റെ ഫീസ്. ഓ കുട്ടിമാമ അതങ്ങ് മറന്നു. എന്താ ദേവാ ഇത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചു വെക്കണ്ടേ? ഈ കൊയ്ത്തിന്റെ തിരക്കിനിടയ്ക്ക്. അല്ലെങ്കിലും അവൻ തന്നെയല്ലേ എല്ലാ മാസവും ഫീസ് കൊടുക്കാറ്. മോനെ, അനുവിന്റെ ട്യൂഷൻ ഫീസ്. ഓ അത് നാളെ തന്നാ പോരെ? മതി മതി മതി, ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. കുട്ടികളുടെ ഫീസ് എല്ലാം കൃത്യമായി തന്നെ അടയ്ക്കണം. ഇല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ആ ചീത്തപ്പേര്. നീ എങ്ങോട്ടാ? ഇങ്ങ് വന്നേ. വല്ലാത്ത ഗ്യാസ്. ഒരു 2 എണ്ണം കഴിച്ചിരുന്നെങ്കിൽ ഒരു സുഖം കിട്ടിയായിരുന്നു. നീ വരുമ്പോ എന്താ സാധനം? അതെ, കോൺസ്റ്റാന്റിനോപ്പിൾ. അല്ല ഈ കോൺസ്റ്റാന്റിൽ അല്ല, ഇത് ആരൊക്കെയാ വരുന്നത്? ആ വരവ് കണ്ടിട്ട് 4-5 മാസത്തേക്കുള്ള വകുപ്പുണ്ടെന്ന് തോന്നുന്നു. നാശങ്ങള്. വാ 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 വാ, സുഖായിരിക്കും നമ്മളെ. അയ്യോ, ഫോട്ടോ പത്രത്തിൽ കണ്ടപ്പോ കണ്ണു നിറഞ്ഞു പോയി. മോളെ ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ വരണ വിവരത്തിന്? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ കരുതി, അതുകൊണ്ടാ. അല്ല, ഇതെത്ര മാസം? 6. ഇനി പ്രസവം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എന്താ ഏട്ടാ? പിന്നെന്താ, വയറ് കണ്ടിട്ട് ഇരട്ടകളാണെന്നാ തോന്നണത്. അവള് വെറുതെ പേടിപ്പിക്കണ്ട. അല്ല, ഈ അളിയന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ തന്നെ നിന്ന് ലാത്തി അടിക്കാതെ ഇങ്ങ് അകത്തേക്ക് കയറിരുന്നോ? ദേവാ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. നിങ്ങളിരിക്കും, ഞാനിപ്പോ വരാം. ദേവാ, ഓ പറഞ്ഞ സാധനത്തിന്റെ അളവ് കൂട്ടിക്കോ. യവന്മാരൊക്കെ ഉള്ളതല്ലേ. ശരി ശരി. മറ്റെന്തെങ്കിലും? കരിമീൻ കിട്ടിയാൽ കുശാലായി. അരമണിക്കൂറിനുള്ളിൽ എല്ലാം റെഡി. പ്രസവം ഇവിടെ വെച്ച് അവിടെ ഉണ്ട്, എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ അല്ലേ? പക്ഷെ നാട്ടുമ്പുറത്തുള്ളതിനേക്കാൾ ഇതിനൊക്കെ സൗകര്യം പട്ടണത്തിലല്ലേ? ആദ്യത്തെ പ്രസവം ഇവിടെ വെച്ച് തന്നെ ആയിരുന്നല്ലോ. എന്ത് ബുദ്ധിമുട്ടുണ്ടായത്? എന്റെ എല്ലാ പ്രസവവും ഈ തറവാട്ടി വെച്ച് തന്നെ മതിയെന്നാ സുധിയേട്ടന്റെ ആഗ്രഹം. അയ്യോ, അപ്പൊ ഈ ഏർപ്പാട് ഉടനെ നിർത്താനുള്ള പരിപാടി ഇല്ലല്ലേ? ഈ ദ്രാക്ഷയും ജിന്ദ്രാളപ്പഴവും ചേർത്ത് കശക്കി ഒരു സ്പെഷ്യൽ വാറ്റുണ്ട്. അത് 1/2 ഗ്ലാസ് വീതം മാതളത്തിന്റെ തൊഴിലൊഴിച്ച് ഒരേ ഒരു പിടിയാ താളവാടി മുഴുവനാക്കാൻ പുറമറി. അത് താനൻ വീരണ്ടൻ ഡ്രിങ്ക്. ഇതെല്ലാം ഡ്രിങ്കാ. കൊള്ളില്ലാതെ പറയുകയും ചെയ്യും, മോന്തുകയും ചെയ്യും. ആരായി വീരണ്ണൻ? വീരപ്പൻ, സാക്ഷാൽ വീരപ്പൻ. ചോദിക്കുന്നുണ്ട്, നീരസം തോന്നരുത്. അറിയാനുള്ള ശുഷ്കാന്തി കൊണ്ട് ചോദിക്കുകയാണ്. സത്യത്തിൽ വീരപ്പനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? നീ എന്നെ അന്തമാര് കേക്കരുത്. നീ എന്നെ നനച്ചത് ഞാൻ വിളയാട്ട് പയല. തമിഴ്നാടുള്ള കർണാടകം പറഞ്ഞാലും പിടിച്ചു കൊടുക്കില്ല ഞാൻ. കടവുൾ കഴിഞ്ഞാൽ അവരുതാൽ இந்த ഉലകത്തിലെ എനിക്ക് പെരിയവൻ. ഒഴിയടാ. അളയാ, കരിമീൻ ഫ്രഷ് ആണോ? വലക്കാരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിയതാ. അല്ലെങ്കിൽ വയറ് കൊളാവേ. എങ്കിൽ പിന്നെ അതെടുത്ത് ഞണ്ടാന്ന് വെച്ചാ പോലെ. താൻ എന്തിനാ എല്ലാ കാര്യത്തിലും ഇടപെടുന്നേ? ഇടപെടുകയല്ല, പറഞ്ഞു പോവുകയാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ അളിയന്മാര് വരുമ്പോ ചാലിയാർ പുഴയിലെ കരിമീൻ വിത്ത് ഫാമിലി ഈ കുളം നിറയെ ഇങ്ങനെ പൊളഞ്ഞു കിടക്കും. പൊരിച്ചു തരാം. അധികം പൊളയണ്ട. ഇവനുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ദൂഷ്യം ചെയ്യും. ഈ റാസ്കൽ നിന്നെ ഏതെങ്കിലും ഊരാക്കൂട്ടത്തിൽ കൊണ്ട് ചാടി. ഞാൻ കുട്ടികളുടെ കൂടെ ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അളയാ, സ്റ്റഫ് കഴിഞ്ഞു. അടുത്ത ബോട്ടില് ഞാനിവിടെ എത്തിക്കാം. പരമഭാഗ്യവാന്മാർ. മദ്യപാനം, മൃഷ്ടാന്ന ഭോജനം, സഹശയനം, ഭാര്യാഗ്രഹം. എന്റെ വീരലിനം കഴിഞ്ഞാൽ ശുദ്ധനായിട്ടൊരാൾ വേറെ ഉണ്ടെങ്കിൽ അത് ദേവനാ. അത് ശരിയാ. ഈ പോക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരു ദിവസം അവനും എടുക്കും AK-47. 3 ഒരു നിരത്തും. തണ്ണീർ മൊത്തം ചെതറുന്ന പോലെ ചെതറി കുളത്തിൽ കിടക്കും. ചെതറും കുടിച്ചാൽ ഇല്ലേ ഇവൻ ചത്ത്. അത് താനോ അതോ വീരപ്പൻ? ആദ്യം ഞാനാടും. ഒന്നും മിണ്ടാതിരിക്കടി. ഉള്ള കുട്ടിയല്ലേ ഊഞ്ഞാലാടാൻ. കുട്ടിമാമ എന്നെ ആദ്യം ആട്ടണം. അതേടാ, നിന്നെ തന്നെയാണ് ആദ്യം ആട്ടാൻ പോണത്. സ്റ്റോപ്പ്. ഇന്ന് വരെ ഒരു പഞ്ചായത്ത് മൂത്രപ്പര പോലെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടാത്ത ഭാഗ്യദോഷിയാണ് ഞാൻ. അതുകൊണ്ട് ഈ ഊഞ്ഞാല് ദാസൻ ഉദ്ഘാടനം ചെയ്യും. വെറും ദാസനല്ല, കള്ളദാസൻ. വെള്ളം അടിച്ചിട്ട് ഊഞ്ഞാലൊക്കെ ആടണോ? നിനക്കറിയില്ല, 2 എണ്ണം വിട്ടിട്ട് ഊഞ്ഞാലാടുമ്പേ ഭൂമിയുടെ ഷേപ്പ് മനസ്സിലാവും. ആട്ടിക്കോ ദാസേട്ടാ.
ഇതെന്താ തൊട്ടില്ല ആട്ട് പറയട്ടെ ഞാൻ പെണ്ണിലെ തൊട്ട് ആട്ട് ആട്ട് ഭൂമി സുധി വരാതെ പറയട്ടെ പറന്നു പറന്ന് എനിക്ക് ആകാശം തുടരണം ഞാൻ ഒരു ഊഞ്ഞാലിന്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ വന്നിരിക്കാ വാ വന്ന് ഉദ്ഘാടനം ചെയ് എന്താ കാണിക്കുന്നേ ഞാൻ ഈ ടെലിഫോൺ ലൈൻ കട്ട് ചെയ്യുവാ എടാ അത് ടെലിഫോൺ ലൈൻ അല്ല ഇലക്ട്രിക് ലൈനാ ഇറങ്ങി വാ ഇലക്ട്രിക് ലൈനോ ടെലിഫോൺ തിരിച്ചറിഞ്ഞൂടെ അയ്യോ കോമൺ സെൻസ് ഇല്ലാത്ത കഴുതേ ഇറങ്ങി വാ പിടിച്ചോ കേരളത്തിലായതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു എപ്പോഴും ഇവിടെ പോർക്കത്താണെന്ന് സാറിന്റെ കയ്യിൽ തോക്ക് കാണോ കണ്ടേക്കാം AK-47 56 തോക്കുകൾ വരെ കണ്ടേക്കാം. പക്ഷേ തോക്കല്ല, പീരങ്കി ഉണ്ടായാൽ പോലും ഈ ഉദ്യമത്തിൽ നിന്ന് നമ്മൾ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. നിനക്ക് വേണേലും കുപ്പായി ഊരി വെക്കാം. അതെ. അയ്യോ ഞാൻ മാത്രം ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? മരിക്കുന്നേ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് മരിക്കാം. അയ്യോ കറണ്ട് പോയി. കറണ്ട് പോയതല്ലടാ, തൊപ്പി തിരിച്ചിട്ടതാ. ഒന്ന് തിരിച്ചിട്ട് ഓർറാ. അവന്റെ തലയെ തിരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇതാ കറക്റ്റ്. പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. വീടിന്റെ ഗേറ്റ് കിടക്കുന്നത് വരെയെങ്കിലും ശുഭയ്ക്ക് ബോധമുണ്ടാകരുത്. വായ അമർത്തി പിടിച്ച് അവളെ പൊക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോടാ, അത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. എന്റെ കുട്ടിയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. മനസ്സിലായോ? നിങ്ങളൊന്നും ഒരു കിഡ്നാപ്പിങ്ങിന് പറ്റിയവരെയല്ല. മതി മതി, നമുക്ക് അവസാനമായി ഒന്ന് പ്രാർത്ഥിക്കാം. തൊപ്പി തിരിച്ചിട്ട് അത് തൊപ്പി തിരിഞ്ഞല്ലടാ, ഇപ്പൊ ശരിക്കും കണ്ടുപോയതാ. കോട്ടയാ വേണ്ട, മരത്തിന്റെ പേര് ഇതാ പറമ്പ് തന്നെയാണോ? മുമ്പ് ഇത്ര വെളിച്ചമുണ്ടായിരുന്നു. കറണ്ട് പോയതല്ല, ഇവൻ മുമ്പ് വന്നത് പകല. ഹലോ ഹലോ ഇവിടെ നിന്ന് ഇടത്തോട്ട്. ഓപ്പൺ. ഓക്കെ ബോധം കിട്ടും. നീ ലഗേജൊക്കെ എടുത്താ? ലഗേജ് എല്ലാം എടുത്തിട്ടുണ്ട്. നീ കേറിക്കോ. നീ കേറാ. എന്തൊരു വെയിറ്റ്. ഡോറടച്ചേക്ക് സിനിമക്കാരി എത്തും. അമ്മ 100 മേനിയാണ് ചെറിയമ്പ്ര. ആ കൈ കൊണ്ട് വിത്തെറിഞ്ഞ എന്റെ കൈപ്പുണ്യാണ്. നമ്മുടെ അധ്വാനത്തിന്റെ ഫലം എന്ന് പറ വേലും താരേ. അല്ലടാ,
അന്നാ തുടങ്ങട്ടെ. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ, ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ, ഒച്ചയില്ലല്ലോ ഓലോശയില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ, ഒച്ചയില്ലല്ലോ ഓലോശയില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ, പെണ്ണു വന്നേ ഒരു ഞാറുന്നട്ടേ കൊല്ലക്കാലം പോയ യുഗത്തിൽ, പെണ്ണു വന്നേ ഒരു ഞാറുന്നട്ടേ കൊല്ലക്കാലം പോയ യുഗത്തിൽ, തന്താനേ താനോ തന തന്താനേ താനോ. അയ്യോ തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ കൊല്ലക്കാലം പോയി യുഗത്തിൽ, തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ കൊല്ലക്കാലം പോയി യുഗത്തിൽ, തന്താനേ താനോ. തൊപ്പിക്കല്ല കേറി വാടാ. മഹിയേട്ടനില്ല ഇടപെടരുത്. എന്റെ തൊപ്പിലാടാ. നിങ്ങൾ പണിയെടുത്തോ, ഇത് ഞാൻ നോക്കിയോളാം. തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ കൊല്ലക്കാലം പോയി യുഗത്തിൽ. നിന്നെ ഞാനിന്ന് കൊല്ലും. എന്റെ ജാതകത്തിലുണ്ട് ഒരു കള്ളനെ കൊന്ന് കോടതി കയറുന്നു. എന്റെ ജാതകത്തിലുണ്ട് ഒരു മന്ദബുദ്ധി പോലീസുകാരന്റെ തല്ലുകൊണ്ട് ഞാൻ ചാവില്ലെന്ന്. ഇതിനു മുമ്പ് എന്റെ 2 തൊപ്പി നീ കട്ടെടുത്തിട്ടില്ല. അതെ, എടുത്തതല്ല. തന്റെ ഒരു തൊപ്പി നമ്മുടെ ഡ്രൈ ക്ലീനിങ് ദാശായന്റെ വീടിന്റെ ഇടവഴിയിൽ നിന്ന് കിട്ടി, മറ്റേ തൊപ്പി പുഴക്കരയിലെ കള്ളുഷാപ്പിന്റെ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് കിട്ടി, പിന്നെ ഈ തൊപ്പി. മതി പറയല്ലേ. എന്താ മാധവ അത്? ഒരു പോലീസുകാരൻ പോകാൻ പാടുള്ള സ്ഥലത്തൊക്കെയാണ് താൻ പോകുന്നത്. അയ്യേ, വളരെ മോശം. ഇല്ല മഹിയേട്ടാ, ഇവൻ കള്ളം പറയാ, പച്ച കള്ളം. അതെ മഹിയേട്ടാ, ഇയാള് പച്ച കള്ളടിച്ചിട്ടാണ് ഈ തൊപ്പി ബെഞ്ചിന്റെ അടിയിൽ മറന്നു വെച്ചത്. താൻ ഈ തൊപ്പി യൂണിഫോം തട്ടിയെടുത്തല്ലോ. അച്ഛൻ മരണക്കരക്ക് കിടന്ന് പറഞ്ഞതാ, മോനെ നിന്റെ അച്ഛൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കടാന്ന്. എന്നാൽ ആ ജോലി എനിക്ക് കിട്ടുള്ളൂ. അച്ഛൻ മരിച്ചപ്പോ താൻ എന്ത് ചെയ്തേ? താൻ ഏക മകനാന്ന് പറഞ്ഞ ജോലി തട്ടിയെടുത്തില്ലേ? അയ്യേ, അച്ഛന്റെ ഒഫീഷ്യൽ മോൻ ഞാനാ. അതിന്റെ തെളിവായി യൂണിഫോം. ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അപ്പൊ പാരമ്പര്യമായിട്ട് ഈ തൊപ്പി എന്റെ തലയിലിരിക്കട്ടെ, ബാക്കിയുള്ളത് താൻ എടുത്തോ. എന്റെ മാധവ, നിനക്ക് എന്നോട് മര്യാദയ്ക്ക് ചോദിച്ചാ പോരെ? ഞാനൊരു പോലീസുകാരനല്ലേ മഹിയേട്ട, പിന്നെ എങ്ങനെയാ മര്യാദക്ക് സംസാരിക്ക? പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ടഫായതാ. ലക്ഷ്മണ, ആ തൊപ്പി കൊടുക്ക്. ഇത് ഞാൻ കൊടുക്കില്ല മഹിയേട്ടാ. കൊടുക്കണ. മഹിയേട്ടൻ പറഞ്ഞതിന്റെ വെല്ലു കൊടുക്കാം. എന്തായാലും എന്നെ കൊണ്ട് പോലീസുകാരനാവാൻ പറ്റില്ല. പക്ഷെ പോലീസുകാരൻ്റെ ഒരു സെലൂട്ട് കിട്ടിയാൽ എങ്ങനെയുണ്ട് നോക്കാം. ഒരു സെലൂട്ട് തരണെങ്കിൽ ഈ തൊപ്പി ഞാൻ തരാം. നിന്നെ ഞാൻ സെലൂട്ട് ചെയ്യേ? അല്ലെങ്കിൽ തൊപ്പി ഒന്ന് ചെയ്തേക്ക് മാധവ. രാഷ്ട്രീയക്കാരെ സല്യൂട്ട് ചെയ്യുന്നില്ലേ? അതിലും ഭേദമല്ലേ സ്വന്തം അഞ്ചനല്ലേ? ചെയ്യാ, പക്ഷെ എന്റെ തൊപ്പി തരുമെന്ന് എന്താ ഉറപ്പ്? ഒരു സെലൂട്ട് തരാണെങ്കിൽ എന്റെ അമ്മയാണ് സത്യം, ഈ തൊപ്പി ഞാൻ തരാം. ഞാൻ വിശ്വസിക്കില്ല. മഹിയേട്ടൻ പറഞ്ഞാൽ എന്റെ വാക്ക്. പഴയ ചാക്കും. ഒരു സല്യൂട്ട് കൊടുത്തേ. ഇങ്ങനെയല്ല, കാല് പൊക്കിയടി. ഓക്കെ ലക്ഷ്മണ, തൊപ്പി കൊടുത്തേ. ഇനി തൊപ്പി തരാം. ആ തൊപ്പി കിട്ടിയല്ലോ. ഇട്ടപ്പിറക്കുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് ഞാൻ പൊക്കം വെച്ചോ. ഈ കാലൊക്കെ ഓക്കെ. ഹലോ, വരണം. രാമൻകുട്ടിക്ക് പാൻസ് നന്നായി ചേരുന്നുണ്ട്. താങ്ക്സ്. മുണ്ടുടുക്കുമ്പോ ഒരു കൺട്രി ലുക്കാ. അയ്യോ, ബേസിക്കലി യു നോ ഐ ആം നോട്ട് മുണ്ടു. അതൊക്കെ എന്റെ വർക്ക് ഇൻട്രസ്റ്റ്. ആക്ച്വലി ഞാൻ മോഡേൺ ആണ്. അയ്യോ, അച്ഛൻ ഇഷ്ടം മുണ്ടാ. അതല്ല, അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാ അകത്ത് പോയോ പുറത്തുണ്ടോ? അല്ല, പുറത്ത് പോയോ അകത്തുണ്ടോ? അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയിരിക്കാ. തൊഴാനായിരിക്കും. അല്ല, കുമ്പസാരിക്കാൻ. ഗുഡ്. തൊഴാനല്ലാണ്ട് ആരെങ്കിലും അമ്പലത്തിൽ പോവോ? കേറിയിരിക്കൂ പ്ലീസ്. വരൂ. വേണ്ട, ഒന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഇവരൊക്കെ എന്റെ കോളേജ് ഫ്രണ്ട്സാ. ദേ, ഇത് തെക്കേടത്തെ രാമൻകുട്ടി, ചേച്ചിയുടെ ഹസിന്റെ ബ്രദറാ. ഇരിക്കൂ, ഞാൻ ബ്രസിന്റെ കതറാ. അല്ല, ഹസിന്റെ ബ്രദറാ. ആളി കാണുന്ന പോലൊന്നുമല്ല, വലിയ കവിയാ. ശവിയോ? ശവിയല്ല, കവി, മഹാകവി. വള്ളത്തോളിന്റെ തോളോടൊപ്പം നിൽക്കുന്ന ആളാ. ഒരര ഇഞ്ചിന്റെ കുറവേ ഉള്ളൂ. എന്നാ പിന്നെ ഞാനങ്ങട് ഇവിടെ ഇരിക്കുന്നേ. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ചൂടെടുക്കുന്നുണ്ടോ? വേണമെങ്കിൽ ജനാല തുറന്നിടാം, നല്ല ഇളം കാറ്റ് വീശും. പക്ഷേ തേങ്ങാക്കുലകൾ ആടും തോന്നണില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? കവിതയാണ് മോളെ, അതൊന്നും വിവരമില്ലാത്തവർക്ക് മനസ്സിലാവില്ല. രാമൻകുട്ടിയുടെ ലേറ്റസ്റ്റ് കവിത കേട്ടിട്ടുണ്ടോ? ഇല്ല. അതാണ്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. അവിടെ ഇരിക്കില്ല. ഒന്നുമില്ല. ഇപ്പൊ വീണേനെ. കാറ് അച്ഛൻ വന്നു. അച്ഛൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ. നമ്മുടെ രാമൻകുട്ടിയുടെ കവിതയാണല്ലോ കേൾക്കുന്നത്.
എന്താ രാമൻകുട്ടി, ഇളങ്കാറ്റിലുള്ള തന്റെ കൊലകളുടെ ആട്ടം ഇതുവരെ നിന്നില്ലേ? സാറെന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? അതൊക്കെ പറയാം, തമാ അകത്തേക്ക് പോണോ? പാടോ. ഇവിടെ നല്ല കാറ്റുണ്ട്. പെട്ടെന്നൊരു ധൃതി, മിനിങ്ങന്നൊരു അടിയന്തരമുണ്ട്. അല്ല, നാളെ. രാമൻകുട്ടിയുടെ കവിത എങ്ങനെയുണ്ട്? കവിത വളരെ നന്നായിരുന്നു. ഏതെങ്കിലും അച്ചടിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. നന്നായി. അച്ചടിച്ചു വന്നിരുന്നെങ്കിൽ ആരെങ്കിലും പിടിച്ച് അടിച്ചേനെ. പൂച്ച പേടിച്ചു. ആരാ? എന്നാടാ ഇവിടെ ഒരു ശബ്ദം? അയ്യോ, എന്റെ മോളെ, കർത്താവേ, നീ അവനെ അടിച്ചിട്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, നീ അവനൊന്നും ചെയ്യരുതെന്ന്. അങ്ങോട്ട് മാറി. വേണ്ട വേണ്ട, നീ അവനൊന്നും ചെയ്യരുത്. നീ ഒന്നും ചെയ്യരുത്. വേണ്ട. മോളെ, അയ്യോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടാ നീ കത്തി വിട്. അയ്യോ, കത്തി 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 വിട്. വേണ്ട വേണ്ട, വിട് മോളെ, പറഞ്ഞു കേട്ടാ. ഒന്നും ഇല്ലെങ്കിലും അവനൊരാണല്ലേ. നീ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ എനിക്കറിയാം. വിട് വിട്. അമ്മമാരെ, രണ്ടമ്മമാരെ. എന്താ ഇവിടെ ബഹളം? എന്താന്നറിയില്ല. ആദ്യം ഈ കുട്ടി വന്നു, പുറകെ കിക്കിലെടുത്ത് കത്തിയായിട്ട് വന്നു, പിന്നെ പിടിയും വലിയായി. അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലേ? എന്ത് പ്രശ്നം? എന്നാ ചേട്ടത്തി, എന്നതാ ഇവിടെ? എന്റെ കൊച്ചമ്മേ, ഒരു പറ്റു പറ്റിപ്പോയി. ഈ കുട്ടി ഇവനെ അടിക്കുന്നു പറഞ്ഞ അവിടുന്ന് വന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ ഇപ്പൊ ഒന്നും ചെയ്യല്ലേ, എല്ലാറ്റിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. ഒരു പൂച്ചക്കുട്ടിയെ പിടിച്ചു കളയുന്നത് പോലെ ഇവനെ എടുത്ത് പുറത്താക്കാന്ന്. ഞാൻ വന്നപ്പോ കർത്താവിനെ പോലെ ഇവൻ നിലത്ത് വീണടിച്ചു കിടക്കണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ കുട്ടി. അപ്പൊ കിക്കിലിയടത്തെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് അല്ലയോ? ഓ, ഇപ്പൊ കിക്കിലിയടത്താ കുഴപ്പക്കാരി. എന്തെല്ലാം പ്രതീക്ഷിച്ചു വന്നതാ. നല്ല തല്ലുണ്ടാവെന്ന് വിചാരിച്ചതാ. ഈ കത്തിയെടുത്ത് അവന്റെ പള്ളേ കയറ്റിയാ മതിയായിരുന്നു. ഇനി ആരെങ്കിലും വിളിച്ചാലേ എന്റെ പട്ടി വരും. അയ്യോ എന്റെ അമ്മേ. സോഫി മോളെ എപ്പോ വന്നു? എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കോഫി. ചിയേഴ്സ്. ഇതെന്താ? കാപ്പിയോ പാഷാണോ? കോഫി. ഇതെന്ത് കുന്തം കൊണ്ടാ ഉണ്ടാക്കിയത്? കോഫി പൗഡർ, മിൽക്ക്, ഷുഗർ, ഹോട്ട് വാട്ടർ എല്ലാം കൂടി മിക്സ് ചെയ്ത കോഫി. ആഹാ, നന്നായിരിക്കുന്നു. എന്തൊരു കയ്പ്. ഏട്ടത്തി ഇതിൽ നിന്നാണ് പഞ്ചസാര എടുത്തത്? യെസ്. ഏട്ടാ, ഇത് പഞ്ചസാരയിൽ ഉപ്പാ. എടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പറയില്ലായിരുന്നോ? ആഹാ, അപ്പൊ ഞാനാ ഇന്ന് കോഫി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി പഞ്ചസാര ഇരുന്നെടുത്ത് ഉപ്പ് കൊണ്ടുവച്ചു അല്ലേ? എന്നെ തോപ്പിക്കാൻ വേണ്ടി പേർപ്പസ് ആയിട്ട് ചെയ്തത്. അയ്യോ ഏട്ടത്തി, വേണ്ട. കോഫി ചീറ്റിപ്പോയി. പോട്ടെ, ഐ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. തുപ്പിതാ. എടി, ഇവിടെ നമ്മളെ ഉദരരോഗികളാക്കുവോ? അങ്ങനെ വെള്ളരിക്കയായി. ഇനി പാവയ്ക്ക. അത് ഒന്നും കുറയ്ക്കണ്ട. IPS തല കുലിക്ക് സമ്മതിക്കണം. ഇതെന്താടി ഇത്? ഇംഗ്ലീഷ് മോഡൽ സാമ്പാറായിരിക്കും ചേച്ചി. ഏട്ടത്തി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കുട്ടന്മാർക്ക് എന്താ വേണ്ടത്? ദോശയോ ഇഡ്ലിയോ ഉണ്ടാക്കാം. അതിനുള്ള മാവരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് മൈദാമാവാ. അതൊക്കെ എനിക്കറിയാം. ഇത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചതാ. അയ്യോ എടുത്തി, ഇത് പാത്രത്തിനടപ്പാ. ദോശകല്ലത് അവിടെയാ. ദോശ സ്റ്റോണെന്ന് എഴുതി വെച്ചൂടെ ഇവളുമാർക്ക. ഞങ്ങളും കൂടെ സഹായിക്കേട്ടത്തി. വേണ്ട, ഇതൊക്കെ എനിക്കറിയാം. ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ലേ. ആരും സഹായിക്കണ്ട. ആഹാ, ഇന്ന് മരുമകളുടെ കൈകൊണ്ടാ പാചകം. ആ, ഇന്ന് മുതൽ ഞാനാ അടുക്കള ഭരണം. അങ്കിള് പോയി കുളിച്ച് റെഡി ആയിട്ട് വരൂ. I'll give you a wonderful breakfast. വെരി ഗുഡ്. ഓ എന്റെ ഭഗവാനെ, DGPയുടെ മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളിന് ഭാഗ്യം ഉണ്ടായല്ലോ. മുജ്ജമ്മ സുഹൃതം. എന്തേ ഏട്ടത്തെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലേ? ഒരു രക്ഷയില്ല, പാചകം തകർക്കയാ. ഏടത്തേക്ക് നല്ല സ്പീഡ്. ഓ ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും ഇത് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് മരുമോളുടെ ബ്രേക്ക്ഫാസ്റ്റാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. യെസ്.
How's it? ഇതെന്താടാ, ദോശയോ ഇഡ്ഡലിയോ? ഇതാണച്ചാ ദൊഡ്ഡലി. മനസ്സിലായില്ലേ? ദോശയുടെ ദോയും ഇഡ്ഡലിയുടെ ഡലിയും ചേർന്ന ദൊഡ്ഡലി. ആഹാ. ഉയ്യോ. ആ. കുറച്ചുകൂടാവാം. അയ്യോ, ഇതെന്ത് കറിയാത്? എന്ത് കറിയോ ആവട്ടെ, എങ്ങനെയുണ്ട്? ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലുണ്ട്. ഇതെന്തിനാത്? ആനയ്ക്ക് കൊടുക്കാനാ? കുട്ടാ, ഒരു ആംബുലൻസ് വിളിച്ചോ. എന്ത് പറ്റിയച്ചാ? വയറ് കത്തുന്നു. മരുമകളുണ്ടാക്കിയ കറി കുറെ ഞാനങ്ങ് കഴിച്ചു. എരിവ് മർമ്മത്തിൽ തട്ടിയതാ. 1.5 കിലോ മുളക് പൊടിയും 1 കിലോ ഉപ്പുമാണ് അകത്ത് പോയിരിക്കുന്നത്. നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും. പോയി റൂമിൽ കയറിക്കോ. മക്കളെ, അറിയാതെങ്ങാൻ ഇതെടുത്ത് നമ്മുടെ പട്ടിക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുത്തേക്കല്ലേ, തട്ടിപ്പോ. എനിത്തിങ് എൽസ് സർ? എൽസിയാ? അല്ല സാർ, എന്തെങ്കിലും വേണോന്ന്. നീ ആരടാ? ഞാൻ പ്രഭു. അപ്പൊ ഞാൻ എന്താ പിച്ചക്കാരനാ? ഐ ആം ബിയർ പൗലോസ് ഫ്രം പാല. അണ്ടർസ്റ്റാൻഡ്? 5 ബോട്ടിൽ ബിയർ കൊണ്ടോ. പാഴ്സലാണോ സാർ? ആ, പാർസൽ അമേരിക്കയിലേക്ക് പോയ ബിയർ കൊണ്ടോടാ. ബേറെ. യെസ് സർ. യെസ്, ഡോക്ടർ രാമമൂർത്തി ഹിയർ. യാ, ന്യൂറോ സർജൻ. മാനു സ്പീക്കിംഗ്. ഫ്രം വേർ? താൻ പേടിക്കണ്ട, അത് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത കേസാ. ഡോണ്ട് വറി. അതെ, L1 ആൻഡ് L2 ബോണിന്റെ ഇടയിൽ നിന്ന് D1 ആൻഡ് D2 ബോണിന്റെ ഇടയിലേക്ക് ഒരു സെന്റിമെന്റൽ നേർവ് കയറി. അത് ബ്ലഡിന്റെ പ്രഷറൈസേഷൻ കൊണ്ട് അല്പം ഞാണിങ്ങി പോയതാ. പേഷ്യന്റിന്റെ ഹാർട്ടിന് NH വഴി ബൈപ്പാസിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. പോളിത്തീൻ ട്യൂബ് ആയാലും മതി. ബൈപ്പാസ് സർജറി. എക്സ്ക്യൂസ് മീ, എന്താ പേര് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പേര് പറഞ്ഞില്ലല്ലോ. അല്ല, എന്താ പേര്? ഐ ആം ഡോക്ടർ രാമമൂർത്തി, MBBS, FRCS, FROG, ലണ്ടൻ. അല്ല, പേഷ്യന്റിന്റെ വലത് കാലം മുറിച്ച് ഇടത് കാല് ഫിറ്റ്. ഓ, വലത് കാലം മരക്കാലാണല്ലേ. അതും ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്ത കേസാണ്. എക്സ്ക്യൂസ് മീ, ഡു നോട്ട് ഡിസ്റ്റർബ്. ഡോക്ടർ ഫെർണാണ്ടസ്, ഒരു കാര്യം ചെയ്യൂ, രാവിലത്തെ ഫ്ലൈറ്റ് ഞാൻ അങ്ങോട്ട് വരാം. കത്തിയും കൂടെ റെഡിയാക്കി വെക്കൂ. Don't call me again. You know, medical science is not general science. It is sciences with all senseless, but sense is not the organ of everything. Okay? തനിക്ക് എന്താ വേണ്ടത്? You see, I am a busy man. എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. Coming from America, going to America. But India is my country. കറക്റ്റ്. എനിക്കൊരു ഉപകാരം ചെയ്യണം. Come again another day. Yesterday, today, tomorrow. അതെ, അങ്ങനെ പറയരുത്. വേണമെങ്കിൽ ഇയാൾക്ക് 2-3 ലക്ഷം തരാം. പക്ഷെ എന്റെ സർവീസ് മാത്രം ആവശ്യപ്പെടരുത്. ഐ ഹാവ് നോ ടൈം. ഇപ്പൊ തന്നെ പല പല കൺട്രീസിലായി നിരവധി ഓപ്പറേഷൻ പെൻഡിങ്. 1-2 ലക്ഷം പൗലോസ് ബീറടിച്ച് കളയുന്ന കാശേ ഉള്ളൂ. അതേടാ, ഇപ്പൊ എനിക്ക് ഡോക്ടറുടെ സേവനം ആവശ്യമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ തളർന്നുപോയ കാല് ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കണം. അത് എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത്. ഡോക്ടർ സഹായിക്കണം. അവനൊരു പാവമാ. അവൻ ഫ്രോഡാണ്. അല്ല, ഫ്രോഡ് ഓഫ് മാൻജൈറ്റിസ് എന്നൊരു മെനഞ്ചൈറ്റിസിന്റെ അറ്റാക്ക് ആയിരിക്കും. ബട്ട് ഐ ഡോണ്ട് ഹാവ് ടൈം. എന്ത് ചെയ്യും? എന്റെ മാനം നിലനിർത്തിറക്കലും അവരെ രക്ഷിക്കണം. ഞാൻ വാക്ക് കൊടുത്തു പോയി. ഞാനൊരു പാവം കോടീശ്വരനാണ് ഡോക്ടർ. കരയരുത്. ഓക്കെ ഓക്കെ. ഒരാളിന്റെ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല. ചാരിറ്റിയാണ് എന്റെ ലക്ഷ്യം. കോടിക്കണക്കിന് രൂപ കണ്ട് മടുത്തവനാണ് ഞാൻ. എന്നാൽ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി രോഗിയെ കാണുമ്പോ തന്നെ 25,000 എനിക്ക് അഡ്വാൻസ് തരണം. പണം എനിക്കൊരു പ്രശ്നമല്ല. ഒരാത്മാവിനെ സഹായിച്ചാൽ പുണ്യം കിട്ടുമല്ലോ എന്ന് കരുതിയ. ഓക്കെ, എങ്കിൽ നാളെ രാവിലെ എന്റെ റൂമിലേക്ക് വരൂ. ഞാൻ ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്. റൂം നമ്പർ 113. നല്ല ഓടാണല്ലോ. ഇതെടുത്താൽ ചിലപ്പോ ഓടേണ്ടി വരും. വരുമ്പോ എടുക്കാം. ഇത് തന്നെ. അത് തരം കാണാനില്ല. ഹലോ മൈ ഡിയർ പോർ ബോയ്. സാറ് രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഞാൻ രാവിലെ തുടങ്ങി. ഇതെന്റെ ഒരു വീക്ക്നെസ്. ഇതില്ലെങ്കിൽ പാലാ പോലോസ് ഇല്ല. വേണ്ടെന്ന്. ഇതെന്താ വാതിൽ ചെറുതായ? ഞാൻ ഇങ്ങോട്ട് കൂളായിട്ട് വന്നാണല്ലോ. നിന്റെ ഒരു കാലും കോലും ഇരിക്കടാ ബോയ്. താങ്ക് യു സർ. നിന്റെ പേരെന്താ പറഞ്ഞേ? ചാൾക്കോയാ? അതെന്നെ പേരാടാ? അതല്ല, ചാൾക്കോ അല്ല, ചാക്കോ.
ചാക്കോ സഞ്ജയോ അതെന്തോ ആട്ടെ, ഭാഗ്യവാനാണ് നീ. അത് പിന്നെ എനിക്ക് അറിയില്ലേ സാർ. ഒരു പരിചയമില്ലാത്ത എനിക്ക് സാറ് 25,000 രൂപ തരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കാല് ശരിയാക്കും. എനിക്കിത് കൂടുതൽ ബാക്കി എന്താ സാർ? അതല്ലടോ, ഞാൻ അയാളെ കണ്ടു. ആരെ? ഡോക്ടർ രാമമൂർത്തിയെ. അതാരേ? താൻ ഇന്നലെ പറഞ്ഞ ന്യൂറോ സർജൻ അല്ലേ? അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയോ? ആ, നീ പറഞ്ഞതുപോലെ പ്രഗത്ഭൻ, വീണ്ടും മിടുക്കൻ. വെറുതെ അല്ല, സത്യം. നിന്നെ ഒന്ന് പരിശോധിക്കാൻ എനിക്ക് അയാളുടെ കാല് പിടിക്കേണ്ടി വന്നു. വേണ്ടായിരുന്നു. നോ നോ, ഐ നീഡ് സാറ്റിസ്ഫാക്ഷൻ. സീസൺ 113. 113? ആ, come on, yeah. പോയാ 113. ഇവന്റെ 2 കാലും വെട്ടി മാറ്റി ഞാൻ മരക്കാലാക്കും. ഡോക്ടർ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ. ഐ സീ. ഇവന്റെ കാല് കിടക്കണ കിടപ്പ് കണ്ട ഡോക്ടർ. ഇതൊന്ന് ശരിയാക്കി ഇവനെ നടക്കാൻ പാകത്തിലാക്കണം. എവന്റെ അല്ല, ഇവന്റെ അപ്പന്റെ കാല് ഞാൻ ശരിയാക്കും. അപ്പന്റെ കാല് ശരിയാക്കി ഇവനെങ്ങനെ നടക്കും? ഹൈ, ഡോണ്ട് പ്ലേ ജോക്സ്. എനിക്ക് അയാളെ ചികിത്സിക്കാനുള്ള മൂഡ് വരുന്നതേ ഉള്ളൂ. പ്ലീസ് കം ടു ദ മൂഡ് ഔട്ട്. എന്തായാലും ഇവന്റെ കാല് ശരിയാക്കണം, അതാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ. ശരിയാക്കാം. കേറിയിരിക്കേ. എടോ, ഇങ്ങോട്ട് കയറിയിരിക്കാൻ. തന്നെ കിടത്താൻ വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ അതൊക്കെ? ഇതാണ് എന്റെ ട്രീറ്റ്മെന്റ് സ്റ്റൈൽ. കേറിയിരിക്കണോ? എന്റെ കാലിന് അത്ര കോപ്പേ. എന്താ പറഞ്ഞേ? സ്റ്റെതസ്കോപ്പ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാണ്. ചികിത്സിക്കാനുള്ള മൂഡിലേക്ക് ഞാൻ വന്നതാ. ഒരു പ്രഷർ വേദന. കിടക്ക്. കിടന്നു. കത്തുന്നുണ്ട്. എന്താ ഓർക്കട്ടെ? എന്റെ കാലുമേ ഒന്നും ചെയ്യുന്നില്ല ഡോക്ടർ. നിന്റെ കാലിന് ഫീലിങ്സ് ഒന്നുമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ കരയുന്നത്? അതും കണ്ണിന്റെ ഫീലിംഗാ, സന്തോഷാശ്രു. എന്നെ ഡോക്ടർ രാമൂർത്തി ചികിത്സിക്കണു. സാർ എനിക്ക് 25,000 രൂപ തരുന്നു. പക്ഷെ ദേ, ഈ ഡോക്ടർ വിചാരിച്ച എന്റെ കാല് ശരിയാവും തോന്നണില്ല. ശരിയാക്കി തരാവടാ. അമ്മേ, ശരിയാക്കി തരണേ. ഒരു ഫീലിംഗും ഇല്ല. എന്തത്? എന്നാ ഇതുകൊണ്ടൊന്നും നോക്കാം. അതെ അതെ, അവന്റെ കാല് ശരിയായി. കാശെട്, പണമെട് 25,000 രൂപ. ഞാൻ കാശെടുത്തിട്ട് പോയി എടുത്തോണ്ടോ. മനുഷ്യന് സ്വസ്ഥത തരില്ലെന്ന് വെച്ചാ എങ്ങോട്ട് തിരിഞ്ഞാലും കാണും ഒരു 100 കൂട്ടം ആവശ്യക്കാര്. അന്ന് ആ ഇലക്ഷന് കയറി നിന്നപ്പോഴേ തോന്നിയതാ എനിക്കൊരു പാരയാകുമെന്ന്. കരക്കാരെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ഇപ്പൊ അതും പോയി. അതെ, ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. നീ ഇതിപ്പോ എന്നെയും കൊണ്ട് എങ്ങോട്ടേക്കാ? അതെ, എനിക്ക് എന്റെ ദിവാരേട്ടന്റെ അരികെ സ്വസ്ഥമായിട്ട് കുറച്ചു നേരം ഒന്നിരിക്കണം. അതിന് ഞാൻ നോക്കിയിട്ട് ഈ ഒരു മാർഗമേ ഉള്ളൂ.
ദിവാനേട്ടാ ആകെപ്പാടെ പ്രശ്നമായി. എന്താടാ അവിടെ ആശുപത്രിയിൽ ആ കുട്ടി. അവള് കേക്കും പതുക്കെ. ആശുപത്രി കാശ് ഇനിയും വേണം. നമ്മുടെ സർക്കാരിന്റെ അല്ല ആശുപത്രി, മരുന്ന് മുഴുവൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്നേ. അയ്യോ, ഇതുകൊണ്ട് ഒന്നും ആവൂല. ഇനി 500 രൂപ വേണം. ചോര വരെ പുറത്തുനിന്ന് വാങ്ങണമെന്നാ ഡോക്ടർ പറഞ്ഞത്. അവിടെ തപ്പിട്ട് എന്താ കാര്യം? അതല്ലേ ഈ ഇരിക്കണേ. ഇനി വരെ നടക്കണമെങ്കിൽ ആനക്കുട്ടി ബാഗിൽ തപ്പിയാ മതി. അവളുടെ ബാഗിൽ ഇത്രയും വലിയ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല. തൽക്കാലം എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി ഞാൻ അങ്ങ് എത്തിക്കോളാം. ചെല്ല്. നാണു ആശുപത്രി നമ്മുടെ ആ തെക്കേലെ റാങ്കുകാരൻ കുട്ടിയില്ല അനൂപ്. അയ്യോ നേരം പോയി ദിവാരേട്ടാ, ഞാൻ പോട്ടെ. നീ എങ്ങനെ പോയാലെങ്ങനെയാ? അല്ല ഇതുവരെ ഇവിടെ കിടന്ന വളകളെവിടെ? അതോ അതെന്റെ ബാഗിനകത്ത് തന്നെയുണ്ട്. അവിടെ അത് ഭദ്രമായിട്ടിരുന്നോളും. പോട്ടെ.